എഴുതുവാനും ചിന്തിക്കുവാനും യുക്തിപരമായ സർഗശേഷി ഉണ്ടാക്കുന്നതിനും അവസരം സൃഷ്ടിക്കുന്ന ഒരു കൂടിയിരിപ്പാണ് നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ച. ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ സ്വാഗതം പറയുക എന്നതാണ് എൻ്റെ ദൗത്യം. ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ ഡോക്ടർ സുസ്മിത മിസ്സിനെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വ്യാഴാഴ്ച വായനാഴ്ചയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സായ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര മിസ്സിനെയും ലൈബ്രറിയനായ മോണിക്ക മാമിനെയും ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന സുഭാഷ് പാർക്ക് എന്ന പുസ്തകത്തിന്റെ രചയിതാക്കളായ പ്രൊഫസർ വിനോദ് കുമാർ കല്ലോലിക്കൽ സാറിനെയും മഹാരാജാസ് കോളേജ് ചരിത്ര വിഭാഗം 2ാം വർഷ വിദ്യാർത്ഥികളായ കൈലാസ് മോഹൻ, അർപ്പിത മണിലാൽ, ദേവിക KS, കെസ്ന റിസ് ജോണി, ഷിഗ T എന്നിവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ചയിൽ പുസ്തക നിരൂപണം ചെയ്യുന്ന നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെണ്ണിലയിലെ അധ്യാപകനുമായി സേവനം അനുഷ്ഠിക്കുന്ന ബ്രൂസ്ലി കുരുവിള തോമസ് സാറിനെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പുസ്തക പ്രേമികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി ശ്രീലക്ഷ്മി. മഹാരാജാസ് കോളേജ് എറണാകുളം കേരളത്തിലെ ഏക ഓട്ടോണമസ് ഗവൺമെന്റ് കോളേജ്, നമ്മുടെ മമ്മൂട്ടി പഠിച്ച കോളേജ്. 1927 മഹാത്മാഗാന്ധി സന്ദർശിച്ച കോളേജ് കൂടിയാണ് മഹാരാജാസ്. മഹാരാജകീയ കലാലയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരിടമാണ് സുഭാഷ് പാർക്ക്. കൊച്ചിയുടെ വൈകുന്നേരങ്ങൾ കൊച്ചി കായലിനരികെ ഇരുന്ന് മനോഹരമാക്കാൻ സാധിക്കുന്ന ഏത് പ്രായക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരിടം. പ്രിയപ്പെട്ടവരോടൊപ്പം ഏറ്റവും പ്രിയപ്പെട്ട നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്ന സുഭാഷ് പാർക്കിനെ കുറിച്ച് സുഭാഷ് പാർക്ക് ചരിത്രാതീത കാലത്തെ കൗമാരം എന്ന പേരിൽ ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. കാലത്തിലേക്കും ബോധ്യങ്ങളിലേക്കും നമ്മുടെ പൊതു ഇടങ്ങൾ വളർത്തണം എന്നതിന്റെ നിദർശനമാണ് എറണാകുളം സുഭാഷ് പാർക്ക്. വിനോദ് കുമാർ കല്ലോലിക്കൽ, കൈലാസ് മോഹൻ, അർപ്പിത മണിലാൽ, ദേവിക KS, കെസ്ന റിസ് ജോണി, ഷിഗ T എന്നിവരുടെ ലേഖനങ്ങളിലൂടെ സുഭാഷ് പാർക്കിന്റെ ചരിത്രപരമായ പ്രാധാന്യവും ജൈവ സാമൂഹിക പശ്ചാത്തലവും പരിശോധിക്കുന്നു. വാമൊഴി ആർക്കൈവൽ രേഖകളെ സമന്വയിപ്പിച്ച് കൊച്ചിയുടെ സാമൂഹിക സാംസ്കാരിക പരിവർത്തനങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണിത്. പുസ്തകത്തിന്റെ എഡിറ്റർ പ്രൊഫസർ വിനോദ് കുമാർ കല്ലോലിക്കൽ സാറാണ്. സാറ് മഹാരാജാസ് കോളേജ് ചരിത്ര വിഭാഗത്തിൽ പ്രൊഫസറാണ്. സുഭാഷ് പാർക്ക് ചരിത്രാതീത കാലത്തെ കൗമാരം എന്ന പുസ്തകത്തിന്റെ വായനാനുഭവങ്ങൾ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നത് ബ്രൂസ്ലി കുരുവിള തോമസ് സാറാണ്. ബ്രൂസ്ലി സാർ ഒരു മികച്ച മലയാള അധ്യാപകനാണ്. മലയാള അധ്യാപക സുഹൃത്തുക്കൾക്കിടയിൽ ചിരപരിചിതനാണ്. ഇടുക്കി ജില്ലയിലെ മുനിപ്പറമ്പിൽ നിന്ന് ആരംഭിച്ചതാണ് ബ്രൂസ്ലി മാഷിന്റെ ഗവൺമെന്റ് സ്കൂളുകളിലെ അധ്യാപക സേവനം. മികച്ച സിനിമാ ആസ്വാദകനാണ്. അതുപോലെ തന്നെ മികച്ചൊരു സംഘാടകൻ കൂടിയാണ് അദ്ദേഹം. കൂടാതെ വ്യാഴാഴ്ച വായനാഴ്ചയിലെ നിരവധി ലക്കങ്ങളിൽ അദ്ദേഹം പുസ്തകാവതരണം നടത്തിയിട്ടുണ്ട്. SNM ട്രെയിനിങ് കോളേജിലെ 98-99 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയും വെണ്ണല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനുമായ ബ്രൂസ്ലി കുരുവിള തോമസ് സാറിനെ വായനാനുഭവം പങ്കുവയ്ക്കുന്നതിനായി സ്നേഹാദരം ക്ഷണിക്കുകയാണ്. നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, സ്റ്റുഡൻറ് കോർഡിനേറ്റേഴ്സ് ലയന T, അക്ഷയ TS, സ്റ്റാഫ് കോർഡിനേറ്റേഴ്സ് കൃഷ്ണകുമാർ സാർ, ഹീര ടീച്ചർ, മോണിക്ക മാം, സ്വാഗതം പറയുന്നതിനും നന്ദി പറയുന്നതിനും ഒക്കെ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ആദരണീയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മള് യാദൃച്ഛികമായിട്ടാണ് സുഭാഷ് പാർക്ക് ചരിത്രാതീത കാലത്തെ കൗമാരം എന്ന പുസ്തകത്തിന്റെ റിലീസ് നമ്മുടെ ഗ്രൂപ്പില് ചർച്ച ചെയ്യപ്പെട്ടത്. ഞാൻ അതിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യാറുള്ളത് പോലെ ആ പുസ്തകവും നമ്മൾക്ക് വ്യാഴാഴ്ചയിലേക്ക് കൊണ്ടുവരണമെന്നും അവതരിപ്പിക്കണമെന്നുമുള്ള തീരുമാനം ഉണ്ടായി. നമ്മൾ ഇതിനു മുൻപൊക്കെ ചെയ്യാറുള്ളത് പോലെ ഒരു സാഹിത്യകൃതിയല്ല അത് എന്നുള്ള ഒരു വ്യത്യാസമുണ്ട്.
ഒപ്പം തന്നെ ഒരു സാഹിത്യകൃതിയെ പരിചയപ്പെടാൻ അല്ലെങ്കിൽ വായിക്കാൻ അതിന്റെ വായനാനുഭവം പങ്കുവയ്ക്കാനൊക്കെ പരിചയം കിട്ടിയിട്ടുള്ള നമ്മൾ ഒരു ചരിത്ര കൃതിയെ അത്തരത്തിൽ വായിക്കുകയും അതിന്റെ അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില പോരായ്മകൾ ഒരു പക്ഷേ ഞാനിത് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ട്. പ്രത്യേകിച്ചും അതിന്റെ രചയിതാക്കൾ കൂടി സന്നിഹിതരായിട്ടുള്ള ഈ വേദിയിൽ ഒരു സാഹിത്യ വിദ്യാർത്ഥി ഒരു ചരിത്ര കൃതിയെ വായിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള പിശകുകളെ ആദരപൂർവം ആഹ് ആദരപൂർവം ക്ഷമിക്കണം എന്നല്ല, ക്ഷമിക്കണമെന്ന് ആദരപൂർവം പ്രത്യേകം അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ നമുക്ക് ആ കൃതിയിലേക്ക് പോവാം. അതിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഒരു ആഹ് അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികളുമായി ചേർന്ന് ഒരു പൊതു ഇടത്തിന്റെ ചരിത്രാന്വേഷണം നടത്തുന്നു. ഒരു പ്രൊജക്ട് വർക്ക് പോലെ, ഒരു പഠന പ്രവർത്തനം പോലെ ആഹ് അവരുടെ താല്പര്യത്തിന്റെ ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആഹ് അവർക്ക് തൊട്ടു മുൻപിലുള്ള ഒരു പാർക്കിനെ അതിന്റെ ചരിത്രത്തെ അന്വേഷിച്ചു പോകുന്നു. അങ്ങനെ ഉള്ള ആ നിഗമനങ്ങൾ, അവരുടെ കണ്ടെത്തലുകൾ ക്രോഡീകരിച്ച് ഒരു കൃതിയാക്കി പുറത്തിറക്കുന്നു. ആ കൃതിക്ക് ഏറ്റവും നല്ല പരിസ്ഥിതി പ്രവർത്തനത്തിനുള്ള NK പ്രസാദ് സാറിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് ലഭിക്കുന്നു. അങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ തുടക്കത്തിൽ തന്നെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കൃതിയാണ് സുഭാഷ് പാർക്ക്. ആഹ് നമ്മളെ നമ്മൾ സുഭാഷ് പാർക്കിൽ പോകുമ്പോൾ സുഭാഷ് പാർക്കിലെ മരങ്ങളെയോ അവിടുത്തെ അന്തരീക്ഷത്തെയോ അവിടുത്തെ പ്രതിമകളെയോ അവിടുത്തെ വഴിത്താരകളെയോ ഒന്നും ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഇതെന്ന് രൂപപ്പെട്ടു, ഇത് എന്ന് ഉത്ഭവിച്ചു, ആരായിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്, എന്തായിരുന്നു ഇതിന്റെ പ്രചോദനം, എന്താണ് ഇത് ലക്ഷ്യം വെച്ചത് എന്നൊന്നും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല. നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം പോയി നല്ല വൈബുള്ള ഒരു സ്ഥലം കണ്ടെത്തി അവിടെ കാറ്റുകൊണ്ട് ഇരുന്ന് തിരിച്ചു പോരുക എന്നുള്ളത് മാത്രമായിരിക്കാം ഒരുപക്ഷെ നമ്മൾ ലക്ഷ്യം വെക്കുക. നമ്മൾക്ക് ചുറ്റും കളിക്കുന്നവരുണ്ടാവാം, വർത്തമാനം പറയുന്നവരുണ്ടാവാം, സ്വപ്നം കാണുന്നവരുണ്ടാവാം, കാറ്റുകൊള്ളുന്നവരുണ്ടാവാം. പക്ഷെ ഇതൊന്നും ഒരു പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ സമയം അത്തരത്തിലുള്ള കാഴ്ചകളെ കണ്ട് പോക്കുവാൻ വേണ്ടി നമ്മൾ അവിടെ ചെന്നിരിക്കുമായിരിക്കാം. ഇതിനപ്പുറം ഇത് എന്ന് എവിടെ ആരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രൂപപ്പെട്ടു, എന്താണ് ഇത് ലക്ഷ്യം വെക്കുന്നത് എന്നൊന്നും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷേ കേവലം പുസ്തകത്തിൽ നിന്ന് അറിയുന്ന പാഠങ്ങൾക്ക് അപ്പുറം നമ്മളുടെ ചരിത്രത്തിന് വരൾച്ചയാണ്, നനവല്ല കൂടുതലുള്ളത് എന്നുള്ള മട്ടിൽ അവരുടെ അധ്യാപകൻ പറഞ്ഞ ഒരു വാചകത്തിൽ നിന്നാണ് നമ്മൾക്ക് അത്തരത്തിൽ നനവുള്ള ഒരു ചരിത്രത്തിലേക്ക്, ഒരു ചരിത്ര പഠനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം എന്ന കുട്ടികളുടെ ആശയം ഉണ്ടാകുന്നതും അത് അവരുടെ കോളേജിന്റെ തൊട്ടു മുൻപിലുള്ള സുഭാഷ് പാർക്കിനെ അത്തരത്തിൽ കണ്ടെത്തുന്നതും അതിനെ പഠിക്കാൻ തുടങ്ങുന്നതും. ഏതാണ്ട് 6 അധ്യായങ്ങളും ഒരു ആമുഖവുമാണ് ഇതിന്റെ ഘടന. വിനോദ് കുമാർ കല്ലോലിക്കൽ സാറ് ആണ് ആമുഖം പറയുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ സുഭാഷ് സുഭാഷ് ബോസ് പാർക്കും കൊച്ചിയിലെ വഴിതെളിച്ചങ്ങളും എന്ന ലേഖനമാണ് ആദ്യത്തേത്. പിന്നെ ശില്പങ്ങൾ വെറും കല്ലുകളല്ല എന്നുള്ളത് ഒരു ലേഖനം, അവിടുത്തെ ശില്പങ്ങളെ കുറിച്ച്. മരങ്ങളെ കുറിച്ചുള്ള മറ്റൊരു ലേഖനം, നടവഴികളെ കുറിച്ചുള്ള ഒരു ലേഖനം, കായലിന്റെ, സുഭാഷ് പാർക്കിന്റെ തൊട്ടു മുൻപിലുള്ള കായലിനെയും അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട സുഭാഷ് പാർക്കിന്റെ നിലനിൽപ്പിനെയും കുറിച്ചുള്ള ഒരു ലേഖനം, പിന്നെ കുറച്ച് ചരിത്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ആദ്യം മുതലേയുള്ള ചില ചരിത്ര സൂചകങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്ന ഒടുവിലത്തെ ലേഖനം. അങ്ങനെ 6 ലേഖനങ്ങളും ഒരു ആമുഖവുമാണ് കൃതിയുടെ ഉള്ളടക്കം. 1895 മുതൽ 1914 വരെ കൊച്ചി രാജ്യം ഭരിച്ചിട്ടുള്ള
രാജരാമവർമ്മ 15 ആണ് സുഭാഷ് പാർക്കിന്റെയും ഒപ്പം ആധുനിക ആ, കൊച്ചിയുടെ തന്നെയും പ്രമുഖ ശില്പിയായിട്ട് കരുതപ്പെടുന്നത്, അല്ലെങ്കിൽ കൃതി പുസ്തകം പരിചയപ്പെടുത്തുന്നത് അദ്ദേഹത്തെയാണ്. പ്രധാനപ്പെട്ട സുഭാഷ് പാർക്കിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെ പുസ്തകം നമുക്ക് മുൻപിൽ പറയുന്നുണ്ട്. ഇർവിൻ പാർക്ക് എന്നായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന്റെ പേരിലാണ് പാർക്ക് ആദ്യം അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ കാലത്ത് പൊതുജനങ്ങൾക്ക്, സാമാന്യ മനുഷ്യർക്ക് പാർക്കിലേക്കുള്ള പ്രവേശനം അത്ര സാധ്യമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് പക്ഷേ സുഭാഷ് പാർക്ക് എന്നുള്ള പേരിലേക്ക് അത് മാറിയതിന്റെ പിന്നിൽ സമര ചരിത്രത്തിന്റെ ഒരു സംഭവ പരമ്പരയുണ്ട്. മഹാരാജാസിലെ തന്നെ കുട്ടികളും യുവാക്കളും ഒക്കെ ചേർന്നിട്ട് ഇർവിൻ പാർക്ക് എന്നുള്ള ബോർഡ് തകർക്കാനാണ് ശ്രമിച്ചത് ആദ്യം, പക്ഷെ അതിൽ പരാജയപ്പെട്ടു. അപ്പോൾ ആ ബോർഡിൽ ടാറ് കോരി ഒഴിച്ച് സുഭാഷ് ചന്ദ്രബോസ് പാർക്ക് എന്ന് പറയുന്ന എഴുതിയ തുണി അവിടെ പറ്റിച്ചു പോന്നു. അങ്ങനെയായിരുന്നു ആദ്യത്തെ ആ പാർക്കിനോടുള്ള പ്രതിഷേധം. അത് പിന്നീട് കൊച്ചി നിയമസഭ, കൊച്ചി കൗൺസിൽ പേര് മാറ്റണം എന്നുള്ള നിലയിൽ പ്രമേയം പാസാക്കുകയും ഭഗത് സിംഗ് എന്നുള്ള പേര് വന്നു, മഹാത്മാഗാന്ധി എന്നുള്ള പേര് വന്നു. പിന്നെ ഒടുവിൽ ഐകകണ്ഠ്യേന സുഭാഷ് പാർക്ക് എന്നുള്ള നിലയിൽ തീരുമാനിക്കുകയുമാണ് ഉണ്ടായത്. പിന്നെ പാർക്കിനെ പറ്റി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, സത്യത്തിൽ ഇത്രത്തോളം വലിപ്പം ഉണ്ടായിരുന്നില്ല പാർക്കിന് തുടക്കത്തിൽ. പിന്നീട് അതിന്റെ മുൻപിലുണ്ടായിരുന്ന ചതുപ്പ് കൂടി നികത്തിയാണ് ഏതാണ്ട് 12 ഏക്കറോളം വരുന്ന സുഭാഷ് പാർക്ക് രൂപപ്പെട്ടത് എന്ന് പറയുന്നുണ്ട്. ഇവര് എടുത്തു കാണിക്കുന്ന ഒരു കാര്യം, ഇത്രത്തോളം തിരക്ക് പിടിച്ച നഗരത്തിൽ കുടുസുമുറികളിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരുടെ മാനസികാരോഗ്യം ഇത്തരത്തിലുള്ള ഒരു പാർക്ക് നിലനിർത്തുമ്പോൾ ആ സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു സംഭാവനയാണ് എന്നും, സത്യത്തിൽ ഇതൊരു സാംസ്കാരിക പ്രവർത്തനം തന്നെയാണ് എന്നും, കലയും സാഹിത്യവും പോലുള്ള ഒന്നായി പാർക്ക് മാറുന്നു എന്നുമൊക്കെ അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലേഖനം, അല്ലെങ്കിൽ ചരിത്ര പശ്ചാത്തലമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലേഖനം എന്ന് കരുതാവുന്നത് ശില്പങ്ങൾ വെറും കല്ലുകളല്ല എന്നുള്ള നിലയിൽ എഴുതിയ, നമ്മൾ അവിടെ കാണുന്ന ശില്പങ്ങള് ഓരോന്ന് രൂപപ്പെട്ടതിനെ കുറിച്ച്, അവിടെ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ശില്പകലാ ക്യാമ്പിനെ കുറിച്ച്, പ്രശസ്ത ശില്പിയായിരുന്ന കലാധരന്റെ നേതൃത്വത്തിൽ നടന്ന ശില്പകലാ ക്യാമ്പിനെ കുറിച്ച്, അതിൽ പങ്കെടുത്ത വിദേശികളും ഭാരതീയരുമായിട്ടുള്ള ശില്പികളെ കുറിച്ച്, അവർ ഓരോരുത്തരും രൂപം കൊടുത്ത ശില്പങ്ങളെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നത്. ഏതാണ്ട് 16ഓളം ശില്പങ്ങൾ എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. പ്രതിപാദിക്കുന്ന ഒരു വലിയ ലേഖനമാണ് ശില്പങ്ങൾ കല്ലുകളല്ല എന്നത്. അതിനകത്ത് ഏറ്റവും നമുക്ക് ഹൃദയസ്പർശിയായിട്ട് തോന്നുന്നത് ശയിക്കുന്ന നഗ്നയായ സ്ത്രീ എന്ന് റോയ് ചൗധരി, ബർഗ്വരി റോയ് ചൗധരി എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. റോയ് ചൗധരി പ്രശസ്തനായിട്ടുള്ള ശില്പി, അദ്ദേഹം രൂപം കൊടുത്ത, അദ്ദേഹം മെനഞ്ഞെടുത്ത ശയിക്കുന്ന നഗ്നയായ സ്ത്രീ എന്ന് പറയുന്ന ശില്പം ഉടഞ്ഞു കിടക്കുകയാണെന്ന്. ബാക്കിയുള്ള ശില്പങ്ങൾക്കൊന്നും ഏൽക്കാത്ത പരിക്കുകൾ നമ്മുടെ സദാചാര തൽപരരായിട്ടുള്ള ആളുകൾ ഏൽപ്പിച്ച ഒരു കലയെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ കഴിയാത്ത മനുഷ്യരുടെ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ വളരെ സങ്കടത്തോടു കൂടി പറയുന്നുണ്ട്. അതിനുശേഷം അത് നവീകരിക്കാൻ, ഈ ശില്പങ്ങളെ എല്ലാം നവീകരിക്കാൻ വീണ്ടും ഒരു ക്യാമ്പ് നടത്തുകയും അതിൽ അദ്ദേഹത്തിന്റെ മകൻ തന്നെ വരികയും, പക്ഷേ അത് രൂപപ്പെട്ട സ്കെച്ചോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് നവീകരിക്കുന്നതിൽ പരാജയപ്പെടുകയും കണ്ണീരോടുകൂടി മടങ്ങുകയും ചെയ്ത ഒരു കാര്യം വിവരിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള കലാശില്പങ്ങളെ, കലയെ
എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എന്നും എങ്ങനെയാണ് കാണേണ്ടത് എന്നുമുള്ള ഒരു വലിയ ബോധ്യം നമുക്ക് തരുന്നുണ്ട്. ഒപ്പം തന്നെ ആ, ഇവർ ചോദിക്കുന്നുണ്ട്, ലേഖകർ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അമ്പലങ്ങളിലാവുമ്പോൾ നഗ്നത ആ, പൂജ്യമാവുകയും പക്ഷെ പൊതു ഇടങ്ങളിലാകുമ്പോൾ അത് വികലമാക്കപ്പെടേണ്ടുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. ഇത്തരത്തിൽ ആഹ് ശില്പങ്ങളെക്കുറിച്ചും നമ്മളുടെ പൊതുവെയുള്ള കലയോടുള്ള സമീപനത്തെക്കുറിച്ചുമൊക്കെയുള്ള വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട അംശങ്ങൾ കൂടി കൃതിയിലുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധേയമാണ്. മരങ്ങളെക്കുറിച്ച് ഏതാണ്ട് 440-ലേറെ വൃക്ഷങ്ങൾ സുഭാഷ് പാർക്കിലുണ്ട് എന്നാണ് പറയുന്നത്. ആ എണ്ണം എനിക്ക് കിട്ടിയത് കൃതിയിൽ നിന്നായിരുന്നില്ല, ആ ലേഖനത്തിൽ നിന്നും ആയിരുന്നില്ല. പക്ഷേ വളരെയേറെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയ ആം, നമ്മളുടെ ഈ കൃതിയെക്കുറിച്ച് മനോരമയിൽ വന്നിട്ടുള്ള ഒരു ലേഖനത്തിൽ നിന്നാണ് എനിക്കത് കിട്ടിയത്. അതിൽ ഏതാണ്ട് 157 ഇനം നമ്മളുടെ സ്വദേശിയായിട്ടുള്ള മരങ്ങളും 277 എണ്ണം വിദേശികളായിട്ടുള്ള മരങ്ങളുമാണ്. ഇത്രത്തോളം ഇനങ്ങൾ ആഹ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇടമാണ് സുഭാഷ് പാർക്ക് എന്ന് അറിയുന്നത് തന്നെ ഈ കൃതി വായിക്കുമ്പോഴാണ്. 16ഓളം ശില്പങ്ങൾക്ക് പിന്നിൽ ഇത്രത്തോളം കഥകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നത് ഈ കൃതിയിൽ നിന്നാണ്. അത്തരത്തിലൊക്കെ ആഹ് നമ്മളുടെ സാമാന്യനായിട്ടുള്ള മലയാളിയുടെ പാർക്കിനെ സ്നേഹിക്കുന്ന, പാർക്കിലെ നിത്യസന്ദർശകരായിട്ടുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് പോലും വളരെയേറെ ചരിത്ര കൗതുകങ്ങൾ ഉണർത്താൻ കഴിയുന്ന മട്ടിലാണ് ഈ കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത്. അത് അവർക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. കായലിനൊപ്പം എന്ന് പറഞ്ഞ കൃതിയിൽ നമ്മളുടെ അവിടെ പാർക്കിൽ ഇരുന്ന് ഏഹ് സായാഹ്നങ്ങളെ ആസ്വദിക്കുന്ന ഒരു ആഹ് സാധാരണ മനുഷ്യന്റെ കണ്ണിൽ, അവന്റെ ഹൃദയത്തിൽ കായലിലൂടെ പോകുന്ന ബോട്ടുകൾക്ക് പോലും ഒരു ഇടം കണ്ടെത്താൻ കഴിയുന്നുണ്ട് എന്നും, അവന്റെ ഹൃദയത്തെ ആഹ് സാന്ത്വനിപ്പിക്കുന്നതിൽ, ആശ്വസിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ കുറെ കൂടി ആനന്ദഭരിതമാക്കുന്നതിൽ ആ കായലിലൂടെ സഞ്ചരിക്കുന്ന ബോട്ടുകൾക്കും യാനങ്ങൾക്കും പോലും ഒരു പങ്കുണ്ട് എന്നൊക്കെയുള്ള കണ്ടെത്തലുകൾ അവർ നിരത്തി വെക്കുന്നുണ്ട്. അതുപോലെ മരങ്ങളെ കുറിച്ച്, മരങ്ങൾ താഴെ ആഹ് വീഴ്ത്തുന്ന പൂക്കളെ കുറിച്ച്, വഴികളെ കുറിച്ച്, ആ വഴികൾ പെട്ടിരിക്കാവുന്ന കഥകളെ കുറിച്ച് ഒക്കെ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു അവതരണത്തിലൂടെ നമ്മളുടെ എല്ലാം മനസ്സിൽ നമ്മളുടെ പരിചയമുണ്ടായിരുന്ന സുഭാഷ് പാർക്കിനെ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ ഒരു ചരിത്ര ഭൂമികയെ ആഹ് അവതരിപ്പിക്കുന്നതിൽ ഈ ലേഖകരും അവർക്ക് നേതൃത്വം നൽകിയ വിനോദ് സാറും വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ അതിൽ മറ്റുള്ള 3-4 കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഉദ്യാന വിരുന്ന് എന്ന് പറഞ്ഞ് പണ്ഡിറ്റ് കറുപ്പന്റെ ഒരു കവിതയുണ്ട്. ഏതാണ്ട് 25ഓളം ശ്ലോകങ്ങളുള്ള കവിത. ആം, വൈസ്രോയിക്ക് മഹാരാജാവ് ഉദ്യാനത്തിൽ വെച്ച് നൽകിയ വിരുന്നിൽ ബാക്കിയുള്ള എല്ലാ കൗൺസിൽ അംഗങ്ങളെയും നിയമസഭാ സാമാജികരെയും ക്ഷണിച്ചെങ്കിലും ഒരു വാലനാണ്, ഒരു ധീവരനാണ് എന്നുള്ള കാരണത്താൽ കറുപ്പനെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്ന ഒരു ജാതി ഭ്രാന്തിനെ വളരെ പരോക്ഷമായി വിമർശിക്കുന്ന, പ്രത്യക്ഷത്തിൽ അലോസരമാകുന്ന വാക്കുകളൊന്നും ഇല്ലെങ്കിലും അത്തരത്തിലുള്ള ഒരു വിമർശന കൃതി, വിമർശന കവിത എന്നുള്ള നിലയിൽ വളരെയേറെ പ്രസക്തമാണ് അത് എന്ന് പറയുന്നുണ്ട്. പല സന്ദർഭങ്ങളിൽ ഈ കവിതയെക്കുറിച്ചുള്ള പരാമർശം കൃതിയിൽ പല ലേഖനങ്ങളിലും കടന്നു വരുന്നുണ്ട്. ഒപ്പം അതിന്റെ പുറത്തിറക്കൽ, ആ ഒരു ചർച്ചയുടെ ഭാഗമായിട്ട് നടന്ന ആമുഖ പ്രഭാഷണത്തിലും അദ്ദേഹം പറയുകയുണ്ടായി, വളരെ ഇന്ന് അത് ഔട്ട് ഓഫ് പ്രിന്റ് ആണ് ആ കവിത. പക്ഷെ അധികം താമസിയാതെ തന്നെ അവരത് പുറത്തിറക്കാൻ വേണ്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. കുറെ കൂടി വൈകാരികമായിട്ടുള്ള ഒരു സമീപനം, ജാതിഭ്രാന്തിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ സുഭാഷ് പാർക്കിനെ മുൻനിർത്തി അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു പ്രതിഷേധം
അതിനെ ഒരിക്കൽ കൂടി ഉയർത്താനും അത്തരത്തിലുള്ള പ്രവണതകളെ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കാനുമുള്ള അവരുടെ ആ ഒരു അഭിവാഞ്ച അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഒപ്പം തന്നെ ഇത്രയേറെ സവിശേഷതകൾ ഉണ്ടാകുമ്പോഴും വളരെ ചെറിയ, അതായത് ഈ ഒരു വളരെ മഹത്തായിട്ടുള്ള ഒരു ശ്രമം കുട്ടികളായിരിക്കുമ്പോൾ തന്നെ, വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ, ബിരുദ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ അധ്യാപകനോടൊപ്പം ചേർന്നിട്ട് ഒരു കൃതിയോളവും അവാർഡിനോളവും ഒപ്പം എത്തുന്ന ചരിത്രാന്വേഷണങ്ങൾ നടത്താനുള്ള അവരുടെ ആ ഇനിഷ്യേറ്റീവ്, അവരുടെ ആ എന്താ പറയുക, ആ തയ്യാറെടുപ്പ്, ആ സന്നദ്ധത, അത് ഈ തീർച്ചയായിട്ടും ഇനി കാലം ചെല്ലും തോറും അവർ കൂടുതൽ കൂടുതൽ പഠിക്കും തോറും വളരാൻ തന്നെയാണ് സാധ്യതയുള്ളൂ. അത് ഏറ്റവും പ്രഗത്ഭമായ രീതിയിൽ മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം തന്നെ കൃതിയിൽ തിരക്ക് കൂടിയത് കൊണ്ടോ അല്ലെങ്കിൽ പരിചയക്കുറവ് കൊണ്ടോ ഒക്കെ വന്നു ചേർന്നിട്ടുള്ള ചെറിയ ചില ആ, കൂടുതൽ ശ്രദ്ധ വേണ്ടുന്ന അംശങ്ങൾ കൂടി ആ, മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് കുറെ കൂടി അടുത്ത പരിശ്രമങ്ങൾ കുറ്റമറ്റതാക്കാൻ സഹായകരമാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ആ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, അതിന്റെ സ്പേസിങ്. അത് കേവലം DTP ഓപ്പറേറ്റർ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. സ്പേസിങ്ങിലൊക്കെ അല്പം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറെ കൂടി അതിന്റെ കെട്ടും മട്ടും ഭംഗിയാക്കാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഒപ്പം പ്രൂഫ് റീഡിങ്ങിലും കുറച്ചും കൂടി ശ്രദ്ധയുണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് തോന്നി. പിന്നെ മരങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് അരയാലിനെ കുറിച്ച് പറയുന്നുണ്ട്. അരയാൽ മരം എല്ലാവരുടെയും ഒരു കൂട്ടുകൂടുന്ന ഇടമായിട്ട് മാറിയതിന്റെ കാരണം എന്നുള്ള നിലയിൽ പറയുന്നതിനകത്ത് എന്റെ പോരായ്മയാണോ എന്ന് എനിക്കറിയില്ല. വസ്തുതാപരമായിട്ടുള്ള ഒരു പെശക് എങ്ങനെയോ കടന്നുകൂടിയിട്ടുള്ളത് ഞാൻ ശ്രദ്ധിച്ചു. ആഹ് അരയാലിന് കായ്കളില്ലാത്തത് കൊണ്ടും പക്ഷികൾ അത് കഴിച്ച് കാഷ്ടിക്കാത്തത് കൊണ്ടുമാണ് ആളുകൾക്ക് അതിന്റെ താഴെ വന്ന് സ്വതന്ത്രമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞത് എന്നുള്ള മട്ടിലുള്ള ഒരു പരാമർശം അതിനകത്തുണ്ട്. പക്ഷേ അത് ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ അത് അങ്ങനെ വരില്ലായിരുന്നു എന്ന് തോന്നി. അതോ ഇനി എന്റെ തകരാറാണോ, എന്റെ മനസ്സിലാക്കലിന്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയത് അതിന്റെ കാനോപ്പിയുടെ വലിപ്പം, വളരെ വിസ്തൃതമായിട്ടുള്ള ഇലച്ചാർത്തുള്ളത് കൊണ്ട് അതിന്റെ താഴെ വീഴുന്ന വെളിച്ചത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഇലകൾക്കുണ്ടാകുന്ന കാറ്റിലാടുന്നതിന്റെ മർമ്മരത്തിന് ശബ്ദത്തിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. ഒപ്പം അതിന്റെ അന്തരീക്ഷത്തിന് തണുപ്പിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. ഒപ്പം ഇത് ഒരു വിശേഷ വൃക്ഷമാണ് എന്നുള്ള നിലയിലുള്ള മനുഷ്യരുടെ മനസ്സിലാക്കലിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം ചേർന്നിട്ടാണ് ആ വൃക്ഷത്തിന്റെ താഴെ അത്രയേറെ പേർ വന്നു ചേർന്നിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബനിയൻ ട്രീ എന്ന് പറയുന്ന പേര് അതിന് കിട്ടിയതിന് പിന്നിൽ പോലും ബനിയകൾ ധാരാളമായി സഞ്ചരിച്ചിരുന്ന സമയത്ത് അവർ വിശ്രമം തേടിയിരുന്ന വൃക്ഷത്തിന്റെ അങ്ങനെയാണ് ആ പേര് കിട്ടിയത് എന്നും പറയുന്നുണ്ട്. അതിന് കായ്കളുണ്ട്, അരയാലിന് കായ്കളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കായ്കൾ ആം, ഭക്ഷിക്കുന്ന പക്ഷികൾ അത് കാഷ്ടത്തിലൂടെ പുറത്തു വരുന്നത് കൊണ്ടാണ് കെട്ടിടങ്ങളിലും വൃക്ഷങ്ങളുടെ പൊത്തുകളിൽ നിന്നുമൊക്കെ ചെറിയ വൃക്ഷച്ചെടികൾ ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ, ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ കുറെ കൂടി ഗംഭീരമായിട്ടുള്ള ഒരു കൃതി അടുത്ത പ്രാവശ്യം നിങ്ങളുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുമെന്ന് എനിക്ക് തീർച്ചയാണ്. ഒപ്പം ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കണം, എനിക്കൊരു സംശയമായിട്ട് ചോദിക്കണം എന്ന് തോന്നി. നമ്മളുടെ ഇത്രയേറെ പരിശ്രമങ്ങൾ, ഇത്രയേറെ ആം, ഏർ, മുന്നോട്ടുള്ള ഈ ഒരു ഉദ്യമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമ്പോൾ നമ്മുടെ സുഭാഷ് പാർക്കിൽ ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ ആ കായലിന്റെ അരികിൽ നിന്ന് വരുന്ന ദുർഗന്ധത്തെ കുറിച്ചുകൂടി ഒന്ന് പരാമർശിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയ അളവിൽ അതിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നി. ഇപ്പോ നമ്മൾക്ക് ഇത്തരത്തിലുള്ള ജൈവാവശിഷ്ടങ്ങളെ, നമ്മുടെ കൊച്ചിയുടെ മാലിന്യങ്ങൾ മുഴുവനും കാനകളിൽ കൂടി ഒഴുകി കായലിലേക്ക് വരുന്നത്, അവിടെ അടിയുന്നത് കൊണ്ടാണ് ആ ദുർഗന്ധം ഉണ്ടാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെ പൂർണ്ണമായിട്ടും നമ്മൾക്ക് ഇന്ധനമാക്കി മാറ്റാൻ, ഇപ്പൊ നമ്മുടെ കൊച്ചിയുടെ തന്നെ മുൻപിലുള്ള വലിയൊരു ഉദാഹരണമാണ് നമ്മളുടെ
മാലിന്യം മുഴുവനും കൊണ്ടുപോയിരുന്ന ബ്രഹ്മപുരത്തുണ്ടായിരുന്ന വലിയ തീപിടുത്തമാണ് അതിനെ ഒരു വഴിത്തിരിവിലേക്ക് മാറ്റിവിട്ടത്. കൊച്ചിയുടെ 2-3 ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചക്കാലത്തോളമുള്ള ജീവിതത്തെ സ്തംഭിപ്പിച്ച് കളഞ്ഞ, ഭീതിയിലാഴ്ത്തിയ ആ വലിയ മലിനീകരണത്തിൽ നിന്ന് ഇന്നത് ഒരുപാട് മാറിക്കഴിഞ്ഞു. വലിയ ഒരു പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷമായിട്ട് അത് മാറിക്കഴിഞ്ഞു. അത്തരത്തിൽ നമ്മളുടെ മൂക്ക് പൊത്തേണ്ടുന്ന നിലയിലുള്ള കാനകളെയും കായലിന്റെ പരിസരങ്ങളെയും ഒരുപക്ഷെ പൊതുജീവിതത്തിലേക്ക് നയിക്കാൻ അത്തരത്തിലുള്ള ഒരു പരിശ്രമങ്ങൾക്ക് കഴിയില്ലേ എന്ന് എനിക്ക് തോന്നിയത് കൂടി ഞാൻ നിങ്ങളുടെ മുൻപിൽ പങ്കുവെക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ശ്രമങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഈ കൃതി നമ്മളുടെ വായനാനുഭവത്തെ, പൊതു ഇടങ്ങളെ നോക്കിക്കാണുന്ന നമ്മളുടെ ശീലങ്ങളെ, അതിൻ്റെ മാറേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ ഒക്കെ ഉറക്കെ വിളിച്ചു പറയുകയും നമ്മളുടെ നഗരാസൂത്രണത്തിൽ പരിസ്ഥിതിക്ക് കൊടുക്കേണ്ടുന്ന പ്രാധാന്യത്തെക്കുറിച്ചും, ഒരു പൊതുവിടം എത്തരത്തിലാണ് എല്ലാ ജനങ്ങൾക്കും പ്രവേശനമുള്ള, അവരുടെ സംഘർഷഭരിതമായ ജീവിതത്തെ കൂടുതൽ ആനന്ദകരവും ആശ്വാസകരവുമാക്കി തീർക്കുന്നതിനുള്ള ഇടങ്ങളായി പരിണമിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ എല്ലാ മനുഷ്യരിലും വളരെ കൃത്യമായും വ്യക്തമായും ഒരു ധാരണ വളർത്തുവാൻ ഈ കൃതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പരിശ്രമങ്ങൾ ഇനിയും നിങ്ങളുടെ ജീവിതത്തെയും കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെയും കൂടുതൽ ഊഷ്മളമാക്കാനും അർത്ഥവത്താക്കി മാറ്റാനും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. നന്ദി മാഷെ. ഹൃദ്യവും ലളിതവും വിശാലവുമായ ഒരു പുസ്തകാവലോകനത്തിന് സ്നേഹപൂർവ്വം നന്ദി പറയുകയാണ്. പ്രവൃത്തി ദിവസങ്ങളായ എല്ലാ വ്യാഴാഴ്ചകളിലും തുടർച്ചയായി നടന്നുവരുന്ന നമ്മുടെ വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടി ഒരു കുടുംബ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. ആ കുടുംബത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു വിശിഷ്ടാതിഥി എത്തിച്ചേരും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് ഒരു കൂട്ടം വിശിഷ്ടാതിഥികൾ ഇന്ന് നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എഴുത്തനുഭവം പങ്കുവയ്ക്കുന്നതിനായി പ്രൊഫസർ വിനോദ് കുമാർ സാറിനെ സ്നേഹാദരം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ സംബന്ധിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. ബ്രൂസ് ലീ കുരുവിള സാറ് ഒരു ആശങ്ക പറഞ്ഞു തുടങ്ങിയെങ്കിലും അദ്ദേഹം ഒരുപക്ഷെ ഈ ബുക്കിനെ ഇതിൻ്റെ അപ്പുറത്ത് വിശകലനം ചെയ്യാൻ സാധിക്കും ഞാൻ വിചാരിക്കുന്നില്ല. അത്ര ഗംഭീരമായ തോതിൽ അദ്ദേഹം ഇത് വിശകലനം ചെയ്തിട്ടുണ്ട്. 79 പേജ് മാത്രം അടങ്ങുന്ന ചെറിയ പുസ്തകമാണ്. അദ്ദേഹം പറഞ്ഞ വിമർശനങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. പ്രൂഫ് റീഡിങ്ങിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്, സ്പേസിങ്ങിൽ ചില പ്രശ്നം വന്നിട്ടുണ്ട്. ഈ സ്പേസിങ്ങിലെ കാര്യമൊക്കെ പറയുമ്പോൾ ഇത് എൻ്റെ തന്നെ ഒരു കുട്ടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. കാരണം ഞങ്ങൾ കുറേ ബുക്കുകൾ കൊളയും ചെയ്തിട്ടുണ്ട്. അതായത് സമീപകാലത്ത് പ്രൊഫസർ PS വേലായുധൻ്റെ 600 പേജ് അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ കൊച്ചിയുടെ സാമൂഹ്യ ചരിത്രത്തിൽ അത് വീണ്ടും പബ്ലിഷ് ചെയ്യണമെന്നുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹത്തിൽ അതൊക്കെ ഞങ്ങൾ പബ്ലിഷ് ചെയ്ത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രശ്നമുണ്ട്. അതൊക്കെ പിന്നെ കുട്ടികൾ അതിന് കൂടെ ഉണ്ട്. ഇതിപ്പോ ഈ ബുക്ക് തന്നെ കുട്ടികളുടെ സഹായത്തോടെ നമ്മൾ ചെയ്തതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ വളരെ സ്നേഹത്തോടെ എടുക്കുന്നു. ഞങ്ങൾ ഇതിന്റെ 2ാം പതിപ്പിലേക്ക് കുറച്ച് ഡിമാൻഡ് കൂടിയതുകൊണ്ട് ബുക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഒരു 3ാം പതിപ്പ് വരുന്ന സമയത്ത് സാറ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ അതുപോലെ തന്നെ ചെയ്യും. പിന്നെ അദ്ദേഹം പറഞ്ഞ ഈ ദുർഗന്ധത്തിന്റെ കാര്യം പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ ഈ പൊതുവിടത്തിന്റെ ചരിത്രം ഇങ്ങനെ ഒരു വ്യത്യസ്തമായ തോതിൽ എഴുതുന്നതിനപ്പുറത്തേക്ക് അത് കൊച്ചിയുടെ സാമൂഹിക ചരിത്രത്തിൽ നന്നായി ഇടപെടണമെങ്കിൽ നമ്മളൊക്കെ ഇത് ചെയ്യുന്നത്, പ്രത്യേകിച്ചും കൊച്ചിക്കൊരു സാമൂഹിക ചരിത്രമുണ്ട്. ഇന്ത്യയിലെ ഏത് സിറ്റിയേക്കാൾ വലിയ സാമൂഹിക ചരിത്രമുണ്ട്. പക്ഷെ സാമൂഹിക ചരിത്രത്തിന് ഇടങ്ങളൊന്നും എഴുതപ്പെട്ടിട്ടില്ല. ഇപ്പൊ മലബാറിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് സോഷ്യൽ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. ഈ സോഷ്യൽ ഹിസ്റ്ററി എഴുതാൻ ഒരു പ്രധാനപ്പെട്ട തടസ്സമുണ്ട്. ആ തടസ്സത്തെ ഉല്ലംഘിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ ഒന്ന് നിൽക്കാനോ ഒന്ന് കൈ ഉയർത്താനോ ഉള്ള ഏറ്റവും ലളിതമായ ശ്രമമാണ് ഇത്. ഒരു ഉദാഹരണമായിട്ട് നമ്മൾക്ക് ഈ ഒരു റിയൽ സോഷ്യൽ ഹിസ്റ്ററി,
ഹിസ്റ്ററി പഠിപ്പിക്കുന്ന മാഷാണ്, എൻ്റെ കുട്ടികളുണ്ട്, അതുപോലെ പ്രൊഫസേഴ്സ് ഒക്കെ കൂടെ ഉണ്ട്. രാജേഷ് സാറടക്കം ധാരാളം ആൾക്കാരുണ്ട്, SNM ട്രെയിനിങ് കോളേജിലെ കുട്ടികളുണ്ട്, റീഡേഴ്സ് ഫോറത്തിന്റെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അറിയാൻ പറ്റും ഹിസ്റ്ററി എന്നുള്ള വിഷയത്തിന്റെ ഒരു പ്രശ്നം. അത് ഇന്നലെ മുതൽ ഇന്നും നാളെയും അത് എവിടെ നിന്നോ കടമെടുത്ത ചില പരികൽപ്പനകൾ എടുത്തുകൊണ്ടാണ് കാര്യങ്ങൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. ഒരു ഉദാഹരണമായിട്ട്, ഇങ്ങനെ ഒരു സാമൂഹ്യ ഇടത്തിന്റെ ചരിത്രം വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം പൊതു ഇടത്തെ കുറിച്ച് പറയുമ്പം ഞങ്ങള് ഹിസ്റ്ററിയില്ല, ഒന്നിൽ ഹെബർമാസിന്റെ തിയറി അതേപോലെ അങ്ങ് എടുക്കും, അല്ലെങ്കിൽ എസ് ഹരികൃഷ്ണന്റെ തിയറി എടുക്കും, നാൻസി ഫ്രേഴ്സിന്റെ തിയറി എടുക്കും. ഈ തിയറി ഇങ്ങനെ പരത്തി വച്ചുകൊണ്ട് ഒരു പോക്കാണ്, ഒരു വഴിതെളിച്ചമായിട്ട് കാണാറില്ല. അതുകൊണ്ട് അതിനോടുള്ള കേവലമായ ഒരു വിയോജിപ്പാണ് ഇത്. വിയോജിപ്പെന്നൊന്നും പറയാനില്ല, ഒരു ചെറിയൊരു പുസ്തകമാണ്, നമ്മൾ അങ്ങനെ ചെയ്തു നോക്കിയതാണ്. ചില കാര്യങ്ങൾ വീണ്ടും ചെയ്യാനുള്ള ഒരു മാഷിന്റെയും അദ്ദേഹത്തിന്റെ കുട്ടികളുടെയും ഒരു ശ്രമം മാത്രമാണ്. പക്ഷെ പൊതുസമൂഹം അതിനെ ഒരു ചെറിയൊരു സ്വീകാര്യം നൽകി. ഞങ്ങൾ അതിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകും. ഞാൻ അധികമൊന്നും സംസാരിക്കുന്നില്ല, കുട്ടികൾ പറയട്ടെ എന്നുള്ളതാണ്. ഞാൻ ഒന്ന് ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, കേരളത്തിന് ഏകദേശം ഒരു 600 കിലോമീറ്ററോളം കടലുണ്ട്. ഈ ലക്കം എഴുത്ത് എന്ന മാസികയില് കടപ്പുറപ്പാസ എന്നൊരു കടലിന്റെ ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്. കേരളം അത് കേൾക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മാത്രമല്ല, കൊച്ചിയാകുമ്പോൾ കായലും കരയും തമ്മിൽ ഒരു ഉഭയബന്ധമുണ്ട്. ആ ഒരു ഉഭയബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പാർക്കിനെ മെല്ലെ മെല്ലെ ഒന്ന് ചിത്രീകരിക്കാൻ നോക്കിയത്. പക്ഷെ ഒരു സുഭാഷ് പാർക്ക് കേവലമായ ഒരു പാർക്കിന് അപ്പുറത്തേക്ക് ധാരാളം രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സാറ് വിശദമായിട്ട് പറഞ്ഞു, ഒന്നും ആവർത്തിക്കുന്നില്ല, ഞാൻ അധികം കൂട്ടി സംസാരിക്കുന്നില്ല. എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ചോദിക്കാം. അരിയാലിനെ കുറിച്ച് പറഞ്ഞതൊക്കെ സാറ് പറഞ്ഞതൊക്കെ കറക്റ്റാണ്, അത് ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞ രീതിയിലല്ല, സാറിന്റെ പറഞ്ഞ കാര്യങ്ങൾ വളരെ കറക്റ്റ് ആകാൻ തന്നെയാണ് സാധ്യത, അതിലേക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. ഈ അരയാൽ എന്ന് പറയുന്നത് ബുദ്ധ ചൈതന്യവുമായിട്ട്, ബുദ്ധന്റെ ജീവിതമായിട്ടൊക്കെ ചേർത്ത് വയ്ക്കുമ്പോഴാണ് നമുക്ക് ഇത്രയേറെ പ്രാധാന്യം. മരത്തിന് ഇത്രയേറെ ഈ അരയാലിന് ഇത്രയേറെ പ്രാധാന്യം വേണോ എന്ന കാര്യം അറിയില്ല. സാറ് സുഭാഷ് പാർക്കിൽ ധാരാളം വിദേശ മരത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് നമ്മുടെ ആയുർവേദ പാരമ്പര്യത്തിന്റെ ഒരു നല്ല ശതമാനം യോഗങ്ങൾ നിർമ്മിക്കുന്ന മരുന്നുകൂട്ടുകളുടെ മരുന്ന് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നാണ്. പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന അതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങൾ നടന്നിട്ടുണ്ട്, വളരെ കറക്റ്റാണത്. ഇപ്പൊ നമ്മൾ നമ്മുടേത് എന്ന് പറയുന്ന തദ്ദേശീയമായ പാരമ്പര്യം എന്ന് പറയുന്ന ഈ മരുന്ന് കൂട്ടില് ധാരാളം പോർച്ചുഗീസ് സസ്യങ്ങളുണ്ട്. ആ ചെടികൾ വരികയും അത് നമ്മുടെ സംസ്കാരത്തിന് ഇടങ്ങളായി മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഞാനൊന്നും അതിന്റെ ഇപ്പോഴത്തെ വിഷയമല്ലാത്തതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ സാറ് അത് പറഞ്ഞത് എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. ധാരാളം മരങ്ങൾ വരികയും ആ മരങ്ങൾ നമ്മുടെ നാടിന്റെ ഭാഗമായി മാറുകയും ചെയ്തപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ പുതിയ മരങ്ങൾ വന്നതൊക്കെ ധാരാളം വിപ്ലവത്തിനും പ്രശ്നങ്ങളൊക്കെ കാരണമായിട്ടുണ്ട്. അത് നമ്മളവിടെ കൊമേഴ്സ്യലൈസേഷനും അഗ്രികൾച്ചർ എന്ന അവിടുത്തെ കാര്യം പറയുമ്പോൾ അതിന് എത്രയോ കാലം മുൻപ് കേരളത്തില് ധാരാളം ചെടികളും മരങ്ങളും വന്നിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി ഇത്തരമൊരു അവസരം തന്ന് വ്യക്തിപരമായി എനിക്കും എൻ്റെ കുട്ടികൾക്കും ഒക്കെ ഇത് വളരെയേറെ നല്ലൊരു സെഷനാണ്. ധാരാളം കാര്യം എനിക്ക് ബ്രൂസ് ലീ കുരുവിള സാറിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ സാധിച്ചു. എങ്ങനെയാണ് ഒരു ബുക്ക് എഴുതുമ്പോൾ അത് എങ്ങനെയാണ് സ്വീകരിക്കപ്പെടുന്നതൊക്കെ വളരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിലും നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എല്ലാവർക്കും, എന്നെ കേൾക്കുന്ന എല്ലാവരോടുമുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഇത് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയാണ്. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുന്നു മാഷെ. അടുത്തതായി എഴുത്തനുഭവം പങ്കുവയ്ക്കുന്നത് കൈലാസ് മോഹനാണ്. കൈലാസിനെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അർപ്പിതയെ വിളിച്ചോളൂ. കൈലാസ് ഒരുപക്ഷെ ഇപ്പൊ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ സർ. ഇനി അമ്മോട് സംസാരിക്കാനായിട്ട് അർപ്പിത മണിലാലിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹലോ, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അർപ്പിത. ഞാൻ മഹാരാജാസ് കോളേജിലെ 3ാം വർഷ ചരിത്ര വിദ്യാർത്ഥിയാണ്. മരത്തെ പറ്റിയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ആദ്യമായിട്ട് തന്നെ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞു തന്ന
പുസ്തകത്തെ വളരെ നല്ല രീതിയിൽ നിരൂപണത്തിന് വിധേയമാക്കിയ ബ്രൂസ്ലി സാറിന് ഒരു നന്ദി അറിയിക്കുകയാണ്. ചെറിയ പിശകുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന SNM കോളേജിലെ ലിറ്റററി ക്ലബ്, ലൈബ്രറി, റീഡേഴ്സ് ഫോറത്തിന്റെ എല്ലാ ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുകയാണ്. തീരെ പ്രതീക്ഷിക്കാത്തൊരവസരമായിരുന്നു വിനോദ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് സുഭാഷ് പാർക്കിനെ പറ്റിയിട്ട് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അറിയുന്ന, ചിരപരിചിതമായിട്ടുള്ള, ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു സാറിന്റെ ആദ്യ നിർദ്ദേശം തന്നെ. അപ്പോൾ അതിൽ നിന്നാണ് ഞങ്ങൾ സുഭാഷ് പാർക്കിലേക്ക് എത്തിച്ചേരുന്നത്. പാർക്കിലെ ഓരോ മരങ്ങളെ പറ്റിയിട്ട് പഠിച്ചെഴുതാനുള്ള ഒരു അവസരമാണ് എനിക്ക് ലഭിച്ചത്. മരങ്ങളാണല്ലോ ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മരങ്ങളെ പറ്റിയിട്ട് എന്താണ് എഴുതേണ്ടത് എന്നൊരു ചോദ്യമായിരുന്നു ആദ്യം തന്നെ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. ഓരോ ദിവസവും പിന്നീട് സുഭാഷ് പാർക്കിൽ ചെന്ന് അവിടെയുള്ള മരങ്ങളെ നിരീക്ഷിക്കുക എന്നുള്ളതായി ഒരു ദിനചര്യ തന്നെ. കൊച്ചി പോലുള്ളൊരു നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഹരിത ഹൃദയം തന്നെ തീർക്കുകയാണ് ഈ സുഭാഷ് പാർക്കിലെ മരങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓരോ മരങ്ങളും നമ്മൾ അവിടെ ചെന്ന് നിരീക്ഷിക്കുമ്പോൾ അതിന്റെ ചുവട്ടില് അഭയം തേടുന്ന ഒരു മനുഷ്യരെ കൂടെ നമ്മൾ അതിന്റെ ഇടയിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഒറ്റപ്പെട്ടു പോകുന്ന കുറെ മനുഷ്യരുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് വൃദ്ധരായിട്ടുള്ളവരൊക്കെ. ഇപ്പൊ ഞങ്ങള് അവിടെ ഈ ഇടയ്ക്ക് തന്നെ ചെന്നപ്പോ 98 വയസ്സുള്ള ഒരു സാറിനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട്, അദ്ദേഹം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. അപ്പൊ ഇവിടെയുള്ള മരങ്ങളെയാണ് കൂടുതൽ അവരെന്താ പറയാ, അവരുടെ സഹവാസികളായിട്ട് കണക്കാക്കുന്നത്. നമ്മളിപ്പോ വൃദ്ധന്മാർ പൂമ്പാറ്റകളെ പിടിക്കാത്തതെന്ന് പറഞ്ഞ അയ്മനം ചോളിന്റെ ഒരു കൃതിയുണ്ട്. അതില് അദ്ദേഹം അവിടെ ചെന്ന് ഒരു ഉദ്യാനത്തിൽ ചെന്ന് അവിടെയുള്ള പൂമ്പാറ്റകളൊക്കെ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ പലർക്കും പല ഓർമ്മകൾ നൽകുന്ന അവരുടെ കുട്ടിക്കാലത്തെയൊക്കെ പറ്റിയിട്ട്, ഇപ്പൊ ഇവിടെ കൊച്ചിയിൽ വളർന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഒത്തിരി നൊസ്റ്റാൾജിയ കൂടെ നൽകുന്ന ഒരു ഇടം കൂടിയാണ് സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത്. കൂടാതെ ഈ നഗരത്തിന്റെ ഒരു വിരസതയിൽ നിന്നൊക്കെ പലർക്കും ഒരു ഏകാന്തതയ്ക്ക് വേണ്ടിയിട്ടും മുക്തിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഈ ഒരു വൃക്ഷങ്ങളെ കൂടി തേടി വരുന്നു എന്നുള്ളൊരു സത്യാവസ്ഥയാണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് എഴുതിയപ്പോൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. കൊച്ചിയുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ വളരെ മോശമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്, നമുക്കറിയാം. അപ്പൊ നഗരത്തിന്റെ ഒരു ഓക്സിജൻ പാർലർ ആയിട്ട് കൂടെ മാറാനായിട്ട് ഈ വൃക്ഷങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു നേട്ടം. ഇപ്പൊ ചില ആൾക്കാര് ഞാൻ നോക്കിയപ്പോ അവിടെ ജോലിക്ക് വേണ്ടിയിട്ടും ഈ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വന്ന് സമയം ചെലവഴിക്കുന്നതായിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു. ഇവിടെ ഓരോ വൃക്ഷങ്ങളും സത്യം പറഞ്ഞാൽ ഓരോ കഥകൾ തന്നെയാണ് പറയുന്നത്. ഓരോ വൃക്ഷങ്ങളായിട്ടും പലരും, അവിടെ വരുന്ന പലർക്കും അറിയാതെ തന്നെ ഒരു ആത്മബന്ധം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. വൃക്ഷങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ഓരോ മനുഷ്യരെ കൂടെ നമ്മൾ അറിയാതെ പഠിക്കുകയായിരുന്നു. ജീവിതത്തെ പറ്റിയിട്ട് കൂടെ ചില സമയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. വളരെ വലിയൊരു അനുഭവമായിരുന്നു ഈ ഒരു പുസ്തകത്തിന്റെ രചനയിലുടനീളം ലഭിച്ചുകൊണ്ടിരുന്നത്. അവസാനമായിട്ട് ഒന്നുകൂടെ ഇങ്ങനെ ഒരു അവസരം നൽകിയ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നന്ദി. നന്ദി അർപ്പിത. അടുത്തതായി എഴുത്തനുഭവം പങ്കുവയ്ക്കാനായി ദേവിക KS നെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. എൻ്റെ പേര് ദേവിക. ഞാൻ 2ാം വർഷ ചരിത്ര വിദ്യാർത്ഥിയാണ് ഭാരതസ് കോളേജിലെ. ഞാൻ ഈ ബുക്കിൽ എഴുതിയത് നടവഴികളും വഴിത്താരകളും എന്ന ഭാഗമാണ്. അതിൽ ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇടം എന്ന കോൺസെപ്റ്റും പിന്നെ പാത്വേസ് അല്ലെങ്കിൽ നടവഴികൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റുമാണ്. ആദ്യമായിട്ട് സുഭാഷ് പാർക്ക് നിങ്ങളുടെ ഇടമാണോ എന്ന ചോദ്യമാണ് ഈ പ്രൊജക്ട് തുടങ്ങുന്ന സമയത്ത് സാറ് ചോദിച്ചിരുന്നത്. അത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയർ എത്തിയിട്ട് ഒരാഴ്ചക്കാലം 2 ആഴ്ചക്കാലം ആവുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഇടമാവുന്നതേ ഉള്ളൂ. അപ്പോൾ സാർ ചോദിച്ചു കോളേജ് ഞങ്ങളുടെ ഇടമാണോ? അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഇല്ല, ഇടമായി വരുന്നതേ ഉള്ളൂ. ഒരു 2 മാസം 1 മാസമൊക്കെ കഴിഞ്ഞ് സാറ് ചോദിച്ചപ്പോൾ അപ്പോഴേക്കും സുഭാഷ് പാർക്ക് ഞങ്ങളുടെ ഒരു ഇടമായി കഴിഞ്ഞിരുന്നു. മഹാരാജാസ് കോളേജ് ഞങ്ങളുടെ ഇടമായി മാറുന്നതിന് മുന്നേ തന്നെ സുഭാഷ് പാർക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സേഫ് സോൺ ആയിട്ട് മാറിക്കഴിഞ്ഞ ഒരു ഇടമായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഈ എല്ലാ തരം ആൾക്കാരുടെയും
എല്ലാ പ്രായത്തിലുള്ള മനുഷ്യന്മാർക്കും പെട്ടെന്ന് ഒത്തുകൂടാൻ പറ്റുന്ന ഒരു ഇടമാണ് സുഭാഷ് പാർക്ക്. ആ ഇടയ്ക്കാണ് ഞാൻ ജോർജ് ഓർവെൽ എഴുതിയ 1984 എന്ന് പറഞ്ഞ പുസ്തകം വായിക്കുന്നത്. അതില് ഇടങ്ങൾ ഇല്ലാതാവുന്നതിനെ പറ്റിയൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. അതായത് ഒരു അതോറിറ്റേറിയൻ ഗവൺമെന്റ് വരുമ്പോൾ അവരെങ്ങനെയാണ് മനുഷ്യന് സ്വസ്ഥമായി സംസാരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ ഇല്ലാതാക്കുന്നത്. കാരണം സ്വസ്ഥമായി സംസാരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ, അല്ലെങ്കിൽ ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ മനുഷ്യന്റെ സർഗാത്മകതയൊക്കെ വളർത്തുന്ന ഇടങ്ങളാണ്. ഈ സർഗാത്മകതയിലൂടെ നമ്മൾ ഈ ഒരു അധികാരത്തെ ചോദ്യം ചെയ്യാനും മനുഷ്യന്റെ ചിന്തകളെ ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്ന ഇടങ്ങളാണ് ഈ സുഭാഷ് പാർക്ക് പോലെയുള്ള പാർക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നിന്നൊക്കെയാണ് ഞാൻ ഇടങ്ങൾ എന്ന് പറഞ്ഞ ലേഖനം എഴുതിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ പലരും ഹോസ്റ്റലുകളിലൊക്കെയാണ് താമസിക്കുന്നത്. ഹോസ്റ്റലുകളിൽ പലപ്പോഴും ഒരു ചെറിയ കുടിശുമുറിയിൽ 6-7 ആൾക്കാരുണ്ടായിരിക്കും, തട്ടുള്ള ബെഡുകളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇരുട്ട് മുറി പോലെയുള്ള ഒരു സെറ്റപ്പിൽ എങ്ങനെയാണ് സുഭാഷ് പാർക്ക് പോലെയുള്ള ഒരു വലിയ വിശാലമായ ഇടം ഞങ്ങൾക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആവുന്നത് എന്നുള്ളതൊക്കെ ആ ഒരു കോൺസെപ്റ്റിലൊക്കെയാണ് ഞാൻ ഇടം എന്ന് പറഞ്ഞ ലേഖനം എഴുതിയിട്ടുള്ളത്. വലിയ വലിയ തിയറിസ്റ്റുകളെ കുറിച്ചും ഒക്കെ ഞാൻ അറിയുന്നത് ഈ ലേഖനം എഴുതിയതിനു ശേഷമാണ്. താരതമ്യേന വലുപ്പം കുറഞ്ഞൊരു ലേഖനമാണ് ഈ ഇടം എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കബ്ബൻ പാർക്ക് എന്ന് പറഞ്ഞ പാർക്ക് ഉണ്ട് ബാംഗ്ലൂർ. അതിനെപ്പറ്റി രൂപാപ്പായി എന്ന് പറഞ്ഞ ഒരു എഴുത്തുകാരി എഴുതിയ ബുക്കിലൂടെയാണ് നമ്മൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയുന്നത്. കർണാടക ഗവൺമെന്റ് ഹൈക്കോർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന പാർക്ക് ആയതുകൊണ്ട് തന്നെ ആ പാർക്കിന്റെ ഒരു ഭാഗം തകർത്ത് അത് ഹൈക്കോർട്ടിനോട് ചേർന്ന് ഒരു ബിൽഡിംഗ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു പാർക്ക് നശിപ്പിച്ചിട്ട് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ നിൽക്കുന്ന സമയത്താണ് അവിടെയുള്ള ആൾക്കാർ, അവിടെയുള്ള വാക്കേഴ്സ് ക്ലബ്ബ് പ്രതിഷേധിച്ചിട്ട് ആ ഒരു നിർമ്മാണം തടഞ്ഞത്. അപ്പൊ ഒരു നഗരത്തിൽ എങ്ങനെയാണ് ഇടങ്ങൾ ഇല്ലാതാവുന്നത്, വ്യാവസായിക വികസനത്തിനൊക്കെ കാരണമാകുന്നത് ഈ ഒരു നഗരത്തിലുള്ള ഇടങ്ങളാണ്. ഈ ഒരു ഇടങ്ങൾ ഇല്ലാതാവുന്ന സാഹചര്യത്തിലും കൂടി ഇങ്ങനെ ഒരു ലേഖനം കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് കൊച്ചിൻ പോലെയുള്ള വലിയ നഗരത്തിലെ സർഗാത്മക ഇല്ലാതാക്കുവാനുള്ള ആൾക്കാർ, ഗവൺമെന്റിന്റെയും മറ്റ് വ്യാവസായിക ശക്തികളുടെയും പ്രേരണ ഇല്ലാതാക്കുവാനും കുറയ്ക്കുവാനും സാധിക്കും എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഈ ലേഖനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. നന്ദി ദേവിക. അടുത്തതായി പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ കെസ്ന റിസ് ജോണിയെ ക്ഷണിക്കുന്നു. നമസ്കാരം, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക് സാംസ്കാരിക പ്രവർത്തനമാണ്. സാർ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ടോപ്പിക്സ് തന്നപ്പോൾ ഈ ഒരു ടോപ്പിക്കിനോട് എനിക്ക് വളരെയേറെ അട്രാക്ഷൻ തോന്നി. കാരണം എനിക്ക് സുഭാഷ് പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമ്മളുടെ മനസ്സിലേക്ക് എത്തുന്ന ഗിറ്റാറ് വായിച്ച് അവിടെ കൂട്ടായിട്ട് ഇരിക്കുന്ന കുറച്ച് ആൾക്കാരെ, അതേപോലെ ബുക്ക് വായിക്കുന്നവരെ, എഴുതുന്നവരൊക്കെയാണ്. അത് തന്നെയാണ് സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ വെറുതെ ഇരിക്കാനും പ്രൊഡക്റ്റീവ് ആവാനും ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് സുഭാഷ് പാർക്ക്. ആ ഒരു ഫാക്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. അതേപോലെ പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും സുഭാഷ് പാർക്കിൽ എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഒരു എറണാകുളം ട്രിപ്പ് എന്ന് പറയുന്ന കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ സുഭാഷ് പാർക്കിൽ കയറാതെ ഒരു ട്രിപ്പ് ഉണ്ടാവില്ല. കാരണം അത്രയും സൂതിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് സുഭാഷ് പാർക്ക്. അതേപോലെ കുട്ടികൾക്കായിട്ടുള്ള പാർക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ്. അതേപോലെ മഹാരാജാസ് കോളേജിലെ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് മിക്കവരും ഇപ്പൊ ഉള്ള ഒരു കൂട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സുഭാഷ് പാർക്കിൽ വെച്ച് തന്നെയായിരിക്കും. ഓരോ പല വിധത്തിലുള്ള ആൾക്കാരെ, പല സ്വഭാവമുള്ള ആൾക്കാരെ ഒന്നിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് സുഭാഷ് പാർക്ക് അവിടെ മാറുന്നു.
അതേപോലെ ഈ ഒരു പുസ്തകത്തിന്റെ എഴുത്തിന്റെ ഭാഗമായിട്ട് വാക്കേഴ്സ് ക്ലബ് എന്ന അസോസിയേഷനെ മീറ്റ് ചെയ്യാനും അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ലഭിക്കാനും എനിക്ക് സഹായകമായി. ഫോറിൻ ആയിട്ടുള്ള കുറെ ആൾക്കാരുള്ള ഒരു മെമ്പർഷിപ്പ് ഉള്ള ഒരു ക്ലബാണ് വാക്കേഴ്സ് ക്ലബ്. അപ്പോൾ അതില് ഫോറിനിൽ ഉള്ള പാർക്കുകളും അതേപോലെ ഇവിടെയുള്ള പാർക്കുകളും നമ്മൾ എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നുള്ളതിനെ കുറിച്ച് അതിലൂടെ അവരോട് സംസാരിച്ചതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതേപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് ദേവിക ഇപ്പൊ പറഞ്ഞ കബൺ പാർക്ക്, ബാംഗ്ലൂരിലെ കബൺ പാർക്ക് വിസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് സുഭാഷ് പാർക്കില് കിട്ടുന്ന ആ ഒരു ഇടം എന്നൊരു ഫീലിംഗ് അത് നമുക്ക് ഒരിക്കലും കബൺ പാർക്കിലൂടെ കിട്ടില്ല. കാരണം നമ്മൾ അവിടെ കുറേ നാള് സുഭാഷ് പാർക്കിൽ നമ്മൾ കുറേ നാള് വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഒരു കാറ്റ് കിട്ടുമ്പോൾ തന്നെ ഒരു സൂത്തിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു രീതിയിലേക്ക് സുഭാഷ് പാർക്ക് കൊച്ചിക്കാർക്കും അതേപോലെ പുറത്തു നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്നവർക്കും ആയി തീർന്നിരിക്കുന്നു. അതിൽ തന്നെയാണ് എനിക്ക് ഈ ഒരു ബുക്ക് എഴുതുന്ന അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. താങ്ക് യു. നന്ദി കൃഷ്ണ. ഇനി നമുക്ക് ഷിഗയുടെ എഴുത്തനുഭവങ്ങൾ കൂടി കേൾക്കാം. അതിനായി സ്നേഹത്തോടെ ഷിഗയെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാട്ടോ. ഓക്കെ. സോ ഞങ്ങൾക്ക് മഹാരാജാസ് കോളേജിൽ വന്ന് അപ്പൊ തന്നെ ഞങ്ങൾ പരിചയപ്പെട്ട ഒരു സ്ഥലമാണ് സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത്. ആദ്യമൊക്കെ അതൊരു പാർക്കിന്റെ മുകളിൽ വേറൊരു കൺസെപ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ എന്തൊക്കെ ചരിത്രം നടന്നു എന്നോ അങ്ങനെ ഒരു ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞങ്ങളുടെ സർ വിനോദ് സാറിനെ സമീപിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ ടോപ്പിക് എന്ന് പറയുന്നത് സുഭാഷ് പാർക്കിന്റെ ചരിത്രം എഴുതാനായിരുന്നു. ഈ ടോപ്പിക് കിട്ടിയതിനു ശേഷമാണ് ഇത്രയും ചരിത്രം നിറഞ്ഞ ഒരു ഇടമാണ് സുഭാഷ് പാർക്ക് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോ സാധാരണ സായാഹ്നങ്ങളിൽ സുഹൃത്തുക്കളായി ഒത്തുകൂടിയിരിക്കുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു സുഭാഷ് പാർക്ക്. ഉദ്യാന വിരുന്ന് പോലെയുള്ള ചരിത്ര സംഭവങ്ങൾ നടന്ന ഒരു ഇടമായിരുന്നു. അത്രയും ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇടത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വർക്ക് കാരണം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതില് സുഭാഷ് പാർക്കിന്റെ ചരിത്രത്തിനെ പറ്റിയിട്ട് സോഴ്സുകളൊക്കെ കിട്ടുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ ലഭ്യമായ സോഴ്സുകൾ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് എഴുതാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എറണാകുളം നഗരത്തില് ഉള്ളവർക്കും അതേപോലെ മഹാരാജാസ് കോളേജിൽ പഠിക്കുന്നവർക്കും ഭയങ്കര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ടും എനിക്ക് സുഭാഷ് പാർക്ക് തോന്നിയിട്ടുണ്ട്. സുഭാഷ് പാർക്കിൽ ഒരു പ്രതിമയുണ്ട്. അവിടെ ആ പാർക്ക് നിർമ്മിച്ച രാജാവിന്റെ പ്രതിമയാണത്. ആ ഒരു പ്രതിമേനൊന്നും ഞാൻ ഈ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ ശ്രദ്ധിച്ചിട്ടില്ല. ഇതുവരെ ഇനിയിപ്പോ അവിടെ പോയവർ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് പോലും എനിക്കറിയില്ല. കുറെ പേര് ബുക്ക് വായിച്ചതിന് ശേഷം പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ സംഭവം അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഇങ്ങനത്തെ തരം പ്രതിമയൊക്കെ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ബുക്ക് വായിച്ചതിന് ശേഷം കുറെ പേര് അവരുടെ അനുഭവം പങ്കുവെക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് എഴുതാൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത സാറിനോട് വളരെ താങ്ക് യു പറയുന്നു. അതുപോലെ ഇപ്പം ഞങ്ങൾക്ക് ഈ ഒരു വേദി ഒരുക്കി തന്ന SNM കോളേജിലത്തെ ട്രെയിനിങ് കോളേജിലത്തെ എല്ലാ സ്റ്റാഫ്സിനും നന്ദി പറയുന്നു. ആൻഡ് ഈ ബുക്ക് എഴുതിയത് എൻ്റെ ഈ ഒരു കൗമാര പ്രായത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇതിൽ ഭാഗമാവാൻ സാധിച്ചത്. നന്ദി. നന്ദി ഷിഗ. മഹാരാജാസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട ഒരു ഇടം തന്നെയാണ് സുഭാഷ് പാർക്ക്. അത് ഞാനൊരു മഹാരാജാസിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. 2025 പാസ് ഔട്ടായ PG പാസ് ഔട്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഭാഷ് പാർക്ക് എത്രമാത്രം പ്രിയപ്പെട്ട ഒരു ഇടമാണ്. മഹാരാജാസിൽ വരുന്ന അതായത് ഓരോ പുതിയ ബാച്ചിനും ആ സൗഹൃദം കൃഷ്ണ പറഞ്ഞതുപോലെ സൗഹൃദം ആരംഭിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇടം തന്നെയാണ് സുഭാഷ് പാർക്ക്. സുഭാഷ് പാർക്കിനെ കുറിച്ച് ഇത്രയും ആഴത്തിൽ കേട്ടതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. അടുത്തതായി നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം പുസ്തകത്തെ കുറിച്ചോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ചോദ്യോത്തരവേള.
ബ്രൂസ്ലി മാഷ് ആദ്യമേ തന്നെ ഒരു കൺഗ്രാചുലേഷൻസ് അറിയിക്കട്ടെ. സാറ് വളരെ മനോഹരമായിട്ട് ഇത് അവതരിപ്പിച്ചു. സാറേ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് ടീച്ചറെ. ഓക്കെ. ഞാൻ ചാടിക്കയറി പറയാൻ കാരണം വേറെ ഒന്നല്ല, ഇപ്പൊ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ ഒരു 30 വർഷം മുമ്പ് അവിടെ നിന്ന് പടിയിറങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. 1996 മഹാരാജാസിൽ നിന്ന്. അപ്പൊ ഒരു 5 വർഷക്കാലം മഹാരാജാസിന്റെ ഒരു ഭാഗമായിരുന്നു. അതുപോലെ തന്നെ സുഭാഷ് പാർക്കും ജീവിതത്തിലെ ഒരു ഭാഗമായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം കോളേജ് കഴിഞ്ഞിട്ട് ഞങ്ങള് വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരൊത്ത് എന്നും പോയി ഇരിക്കാറുള്ള ഒരു ഇടമായിരുന്നു സുഭാഷ് പാർക്ക്. അപ്പൊ ആ പാർക്കിന്റെ ഒരു മാറ്റം കഴിഞ്ഞ 30 വർഷത്തില് നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. പണ്ട് സിനിമയില് ശ്രീനിവാസന്റെ ആ ഒരു പവിഴമല്ലി പാട്ട് കാണുമ്പോൾ എപ്പോഴും വിചാരിക്കും ഇത്രയും സുന്ദരമായിരുന്ന ഒരു പാർക്കായിരുന്നല്ലോ പണ്ട് എന്ന്. അപ്പൊ ഇന്ന് ഒരുപാട് സന്തോഷം. ഈ ഒരു പുസ്തകം ഇങ്ങനെ ഇറക്കാൻ സാധിച്ചത് നിങ്ങളുടെ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നു. അവിടെ പഠിക്കുന്ന കുട്ടികള് പഠിക്കുന്ന കാലയളവിൽ തന്നെ പാർക്കിനെ കുറിച്ചിട്ട് മാഷോട് ഒത്തുചേർന്ന് ചെയ്തതിന് അപ്പോൾ വിനോദ് സാറിനും ഒരുപാട് അഭിനന്ദനങ്ങൾ ഇതോടൊപ്പം തന്നെ പറയുകയാണ്. കാരണം ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്തൊന്നും സുഭാഷ് ചന്ദ്രനൊക്കെ പഠിച്ചിരുന്ന ഒരു കാലം കൂടിയായിരുന്നു അതെങ്കിൽ പോലും സുഭാഷ് പാർക്കിനെ കുറിച്ച് അന്നാരും എഴുതിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതിനെക്കുറിച്ച് അതിന്റെ ചരിത്രത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോ മരങ്ങളായിക്കോട്ടെ അവിടെയുള്ള ശിലകളായിക്കോട്ടെ എല്ലാത്തിനെ കുറിച്ചും ആഴത്തില് പഠിച്ച് ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. അപ്പോൾ അതിന് ഒരു അഭിനന്ദനം നിങ്ങൾ ഓരോരുത്തർക്കും നേരുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇത് ഒരുപാട് കോപ്പികൾ വിറ്റഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മഹാരാജാസിന് എപ്പോഴും പറയും മഹാരാജാസ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അതൊരു വികാരമാണ്. അതുപോലെ തന്നെയാണ് സുഭാഷ് പാർക്ക്. നമുക്കൊരിക്കലും അതിൽ നിന്നും വിട്ട് ചിന്തിക്കാവുന്ന ഒരു സംഗതിയല്ല. ആ കായല് തീരത്ത് പോയിരുന്ന് സൗഹൃദങ്ങളൊക്കെ അവിടെ കൂടുതലും ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. പാർക്കും അതിനൊരു ഭാഗമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ ഒരു നേരത്ത് നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ബ്രൂസ്ലി മാഷ് വളരെ നന്നായി തന്നെ ഒരു പ്രസന്റേഷൻ അവിടെ ചെയ്തു. അതിനും സാറിനും അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, കേൾക്കാം സിജി. കേൾക്കാം. ഓക്കെ. ഞാൻ 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു പരിപാടിയിലേക്ക് ചാടിക്കേറി വന്നത്. ഞാൻ പലപ്പോഴും കേൾക്കാറുണ്ട് ഈ ഒരു പരിപാടി. ഇതിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. അതുപോലെ തന്നെ മഹാരാജാസിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. 2001 പാസ് ഔട്ട് ആയതാണ്. SNM പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ സുഭാഷ് പാർക്ക് എന്ന് പറയുന്നത് ആ സുഭാഷ് പാർക്ക് എന്ന പുസ്തകവും അതുപോലെ തന്നെ ബ്രൂസ്ലി മാഷിന്റെ അവതരണവും ആണ് എത്ര തിരക്കുണ്ടെങ്കിലും ഇതൊന്ന് കേൾക്കണം എന്നൊരു കാര്യത്തിലേക്ക് എൻ്റെ മനസ്സെത്തിച്ചത്. ഒരു യാത്രയിലായിരുന്നു. പെട്ടെന്ന് വളരെ തിടുക്കത്തിലാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. മാഷ് സുഭാഷ് പാർക്ക് വളരെ കൃത്യമായിട്ട് അവലോകനം ചെയ്ത് അവതരിപ്പിച്ചു. ശരിക്കും സുഭാഷ് പാർക്കിൽ പോയിരുന്ന് കാറ്റ് കൊണ്ട ഒരു അനുഭവമായിരുന്നു ബ്രൂസ്ലി മാഷിന്റെ അവതരണം കേട്ട് കഴിഞ്ഞപ്പോ. അവിടെ മഹാരാജാസിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു കുഗ്രാമത്തിൽ നിന്ന് ഇത്രയും വലിയൊരു സിറ്റിയിലേക്ക് വന്ന് വളരെ പരിഭ്രമിച്ച് ഒക്കെ ആയിട്ടൊക്കെയാണ് അത് ഫസ്റ്റ് ഇയർ ഒക്കെ ചെന്നിരുന്നത് PGക്ക് പഠിക്കുമ്പോൾ. പക്ഷെ അത് കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങള് സുഭാഷ് പാർക്കിൽ വന്നിരിക്കുന്ന കൂട്ടുകാരികളൊക്കെ കൂടി വന്നിരിക്കുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് അതൊക്കെ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ തിരതള്ളി വരുന്ന ഒരു അനുഭവമായിരുന്നു ഇപ്പോ ഈ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ. അതിന്റെ ചരിത്ര പ്രാധാന്യം. പിന്നെ ഇപ്പൊ ഇതിൽ സംസാരിച്ച ഒരു കുട്ടി പറഞ്ഞിരുന്നു ഓരോ മരത്തിന്റെ ചോട്ടിലും വളരെ ഏകാഗികളായിട്ടുള്ള ഓരോരുത്തർ വന്നിരിക്കുന്നതും ഒരു വൈകാരികമായിട്ടുള്ള അതിൻ്റെയോടൊരു സമീപനം അതൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇതിൽ കേൾക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നാണ്. അതോടൊപ്പം പറയാണ് അറിവ് നിർമ്മാണം എന്നത് എന്താണെന്ന് ഒരു അധ്യാപകനും അദ്ദേഹത്തിന്റെ കുട്ടികളും കാണിച്ചു തന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയൊരു മേന്മ. അറിവ് നിർമ്മാണം എന്നത് അത് ഞങ്ങള് BEdല് മാഷൊക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. ഹീര ടീച്ചർക്ക് അറിയാലോ. അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു മൂർത്തിമത് ഭാവം ആയിട്ട് അതിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ഈ പുസ്തകം പുറത്തേക്ക് വന്നതും അത് അവലോകനം ചെയ്യുന്നതും ഒക്കെ ഒരു അറിവിന്റെ ഒരു വല്ലാത്തൊരു തലത്തിലേക്ക് ഇത് പോയിട്ടുണ്ട്. ഞാനിപ്പോ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു യാത്രയിലാണ് വന്നതെന്ന്. അപ്പോൾ അവിടെ ഞാൻ വരുന്ന വഴിക്കൊക്കെ മാളുകളെ കുറിച്ച്
മകളും ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ മാളുകളിൽ പോണതും മാളിൽ ഭയങ്കര സന്തോഷത്തിലാണ് പറയണത്. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പൊ ഇവിടെ പൊതു ഇടങ്ങൾ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ ഈ പൊതു ഇടങ്ങൾ പലതും മാളുകൾ അപഹരിക്കുകയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ എന്താ പറയണ്ട, മാള് ഒരു കച്ചവടത്തിന്റെ ഭാഗം കൂടിയാണല്ലോ, വാണിജ്യവൽക്കരണത്തിന്റെ ഭാഗം കൂടിയാണല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ എത്രമാത്രം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു സെഷനും ഈ പുസ്തകവും ഈ മാഷും കുട്ടികളും. എല്ലാവർക്കും അഭിനന്ദനങ്ങള്. പ്രത്യേകിച്ചും ബ്രൂസ്ലി മാഷെ ഗംഭീരായിട്ട് ആ പുസ്തകത്തെ ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി പോയി വാങ്ങിക്കേ വേണ്ടു, ഇത് എവിടെ നിന്നാ കിട്ടാന്ന് വെച്ചാൽ പോയി വാങ്ങിച്ച് ഒന്ന് വായനാനുഭൂതി കൂടി ഉണ്ടാക്കിയെടുക്കേ വേണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സന്തോഷം. എല്ലാ മക്കൾക്കും മാഷുക്കും വളരെ എൻ്റെ അഭിനന്ദനങ്ങൾ ഹൃദയത്തിൽ നിന്ന് അറിയിക്കുകയാണ്. താങ്ക് യു. ഇത്രയും മൗനം ആവശ്യമില്ല, എല്ലാവരും സംസാരിക്കണം കേട്ടോ. നമ്മുടെ ഞാൻ മൗനം ഭഞ്ജിച്ചേക്കാം. ഓക്കെ സാർ. ബ്രൂസ്ലി സാറിന്റെ ഈ പുസ്തക നിരൂപണം സാധാരണ പുസ്തകത്തെ വാരിക്കോരി പ്രശംസിപ്പിക്കുകയും നമ്മളതൊക്കെ കേട്ട് കൈയടിക്കുകയും ചെയ്യുന്ന ഒരു സാധാരണ പ്രവണതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ, കൃതകൃത്യതയോടെ എല്ലാ അധ്യായങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുകയും അവസാനം അതിനകത്ത് വന്ന ന്യൂനതകൾ എന്താണെന്ന് കൃത്യമായിട്ട് സാറ് പറഞ്ഞ് അവതരിപ്പിക്കുകയും പറയുകയും ചെയ്തു. അതിനകത്ത് ഈ പുസ്തകാവതരണത്തിന് സാറിനോടുള്ള നന്ദിയും കൃതജ്ഞതയും ഇവിടെ അർപ്പിക്കുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കാതെ കുട്ടികളെയായിട്ട് ഈ സുഭാഷ് പാർക്കിൽ പലവട്ടം പോയിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും നമുക്ക് ഇതേപോലെ സുഭാഷ് പാർക്കിന്റെ ചരിത്രത്തെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഇന്നത്തെ ക്ലാസ്സിൽ നിന്നാണ് ഇതൊരു 12 ഏക്കർ സ്ഥലമുണ്ടെന്ന് നമ്മൾ പോയി ചുറ്റിക്കറങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളൂ സുഭാഷ് പാർക്ക് എന്നുള്ള ധാരണയിലിരിക്കുകയാണ്. ഇപ്പൊ 12 ഏക്കറിനകത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നതെന്നും 400 വൃക്ഷങ്ങളുണ്ടെന്നും അതിനകത്ത് 200-ഓളം വൃക്ഷങ്ങൾ പുറത്തുനിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്നതെന്നൊക്കെയുള്ള അറിവ് വളരെയധികം ഏറ്റവും ആദ്യം നമുക്ക് കിട്ടിയ കുറെ അറിവുകളായിരുന്നു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അധ്യാപകര് പഠിപ്പിക്കുമ്പോഴത്തേക്ക് പഠനാനുഭവങ്ങളോട് ചേർന്ന് ഇങ്ങനെ ഒരു പുസ്തകം വരുമ്പോഴത്തേക്ക് ഇനി ഇതിനകത്ത് പുസ്തകം എഴുതിയിട്ടുള്ള കുഞ്ഞുങ്ങൾ ആരും സുഭാഷ് പാർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല, അതിന്റെ ചരിത്രങ്ങളും കാര്യങ്ങളും. അപ്പൊ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ പേര് മാറ്റാനായിട്ട് അതിന്റെ പേരിന്റെ പുറത്ത് ഒരു കരി കൊണ്ട് ഒരു എഴുതി വയ്ക്കുകയും അതിന് സുഭാഷ് പാർക്ക് എന്ന് വേണമെന്ന് തന്നെ കുട്ടികൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരവും അല്ലെങ്കിൽ വിദേശ ആൾക്കാരുടെ ഭരണത്തിൽ നിന്ന് നമ്മളെ എങ്ങനെ മുക്തമാക്കണം എന്നുള്ള ഒരു പ്രതിഷേധമൊക്കെ ആ പേരിന്റെ പുറത്ത് കരിവാരി എഴുതിയതിനകത്ത് പുറത്തുണ്ട്. പിന്നെ എത്രമാത്രം നമ്മൾ അവിടെ ഒരു രാജകീയ സൽക്കാരം നടത്തിയാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ജാതീയത വെളിവാക്കുന്ന ഒരു സംഭവം അവിടെ നടന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും മികച്ച ഒരു അനുഭവമാണ് ഈ പുസ്തകം ഇവിടെ തന്നിരിക്കുന്നത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇങ്ങനെ ഈ പുസ്തകം ഇങ്ങനെ പ്രിന്റിൽ വന്നില്ലായിരുന്നെങ്കിൽ, വാമൊഴിയായിട്ട് കുറച്ച് പേരിങ്ങനെ പറഞ്ഞു പോകും സുഭാഷ് പാർക്ക് നമ്മളെ ഈ കുറെ ആൾക്കാർ ഇന്നത്തെ ഓർത്തിരിക്കുന്ന ആൾക്കാരൊക്കെ മരിച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ സുഭാഷ് പാർക്കിന്റെ ചരിത്രം ആർക്കെങ്കിലും വായിക്കാൻ കിട്ടുമായിരുന്നു. അപ്പോൾ ഈ പുസ്തകം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു നിധിയാണ്. പിന്നെ ഈ കಬ್ಬൻ പാർക്കിന്റെ ഒരു ഭാഗം എടുത്തു മാറ്റി അവിടെ കെട്ടിടം പണിയാനായിട്ട് ശ്രമിച്ച ഒരു ഗവൺമെന്റിനെ കുറിച്ച്, കർണാടക ഗവൺമെന്റിനെ കുറിച്ച് ഇതിനകത്ത് സൂചിപ്പിക്കുകയും അങ്ങനെ ആൾക്കാർ അന്ന് നിരുത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്ന് പറയും. അപ്പോഴാണ് ഇത്തരത്തിൽ ഇവിടെ സംസാരിച്ചപ്പോഴത്തേക്ക് ഈ മാളിന്റെയൊക്കെ അധിനിവേശം വരുന്നത്. അപ്പോൾ നാളെ അങ്ങനെ ഒരു അധിനിവേശം വന്ന് ഇതിന്റെ പുറത്തും ഒരു മാള് സൃഷ്ടിച്ച് പൈസ ഉണ്ടാക്കാം എന്നുള്ള ദുർചിന്ത ഒരു ആരുടെയും മനസ്സിൽ ഉദിക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, സ്നേഹം എല്ലാവർക്കും. ഈ പുസ്തകം എഴുതിയ കുട്ടികൾക്കും ഇതിന് നേതൃത്വം നൽകിയ വിനോദ് സാറിനും എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു.
നമ്മുടെ പുസ്തകത്തിൽ കൈലാസ് വന്നിട്ടില്ല. കൈലാസ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? പറഞ്ഞോളൂ. സാറേ അതാ പറയാൻ വന്നത്. ഒരാളും കൂടി ഉണ്ടല്ലോ, ആള് ഈ ട്രാവലിംഗ് ആണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം സംസാരിക്കാൻ പറ്റാത്തത്. അപ്പോൾ എല്ലാവരുടെയും ഒന്ന് മുഖം കണ്ടാൽ കൊള്ളാമെന്നുണ്ട്, എഴുതിയ ആൾക്കാര്. ആ, ആ, വിനോദ് സാറ് വന്നിരുന്നു. എല്ലാവരും കാണുക മുഖം കാണിക്കുകയാണെങ്കിൽ ഒരു നിമിഷം സന്തോഷമായിരിക്കും. ദേവിക, കെസ്ന, എല്ലാവരും ഒക്കെയാണോ? ആ, എഴുത്തുകാരൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അവരൊക്കെ പിന്നെ ഹോസ്റ്റലില് ഹോസ്റ്റലിലാണ് അല്ലേ? അതെ. ഇതിലിപ്പോ പറഞ്ഞ പോലെ കലാവതിക്ക് മഹാരാജാസിനോടുള്ള പോലെ തന്നെ ഞങ്ങളിന്ന് പറയായിരുന്നു. മഹാരാജാസ് എന്ന് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു വികാരാണല്ലോ അത്. ഇപ്പൊ നന്ദി പറയാൻ പോകുന്ന ലക്ഷ്മിയും അവിടെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ എവിടെ ആണെങ്കിലും ഏതൊരു സ്ഥലത്താണെങ്കിലും മഹാരാജാസ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ സുഭാഷ് പാർക്കിന് ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ. ഞാൻ ആലോചിക്കണം, അന്നൊക്കെ പോയിരിക്കുമ്പോ ഇതൊന്നും ചിന്തയില്ലല്ലോ. ഇങ്ങനെ എത്ര മരങ്ങളുണ്ട്, എത്ര കല്ലുകൾ, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഇനിയിപ്പോ അവിടേക്ക് പോകുമ്പോ ഇത് ഓരോന്നും ശ്രദ്ധിക്കണല്ലോ എന്നുള്ളൊരു ചിന്തയാണ് മനസ്സിൽ വന്നിരിക്കുന്നത്. ഇപ്പോ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശില ഇതാണ് എന്നുള്ളൊരു ചിന്തയൊക്കെ വരുമല്ലോ. ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട് മഹാരാജാസില്. അതോടൊപ്പം തന്നെ പാർക്കിലേക്കും പറ്റുമ്പോഴൊക്കെ കയറാറുണ്ട്. ഇനിയിപ്പോ എന്തായാലും ഈ ചരിത്രപരമായ അന്വേഷണത്തിനോടൊപ്പം തന്നെ അതിലേക്ക് കയറിയെന്ന് നമ്മളുടേതായ രീതിയിലൊന്ന് നോക്കണമെന്നുണ്ട് കൂട്ടുകാർക്കൊപ്പം. ഇപ്പോ ഇതില് പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ കൂടുതൽ നടക്കാൻ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കാലഘട്ടത്തിലുള്ള ഒരു ആളുകളൊക്കെ ആയിരിക്കാം ചിലപ്പോ ഇന്നും അവിടെ ഉണ്ടാവുക. കാരണം എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറച്ച് വർഷം മുമ്പ് വരെ എപ്പോ മഹാരാജ് ചെന്നാലും അന്ന് പഠിച്ചിരുന്ന ആൾക്കാരൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളൊരു കൂട്ടായ്മയും സുഭാഷ് പാർക്കിന്റെ ഒരു ബലത്തിലായിരിക്കാം ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നിങ്ങൾ ഇത്ര പേര് ചേർന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതി തുടങ്ങുന്നതിന് മുമ്പ് സുഭാഷ് പാർക്കിനെ കുറിച്ചിട്ടൊരു ചിത്രം ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതിന് ശേഷം എന്താണ് കുറച്ചും കൂടി വല്ലാത്തൊരു അടുപ്പം തോന്നിയിട്ടുണ്ടാവും. അതിനപ്പുറം ഒരു സംതൃപ്തി, ഒരു എത്ര കാലം കൊണ്ടാണ് നിങ്ങൾക്കത് ഓരോരുത്തർക്കും അത് എഴുതി തീർക്കാൻ സാധിച്ചത് എന്നുള്ളതും കൂടി ഒന്ന് വിശദീകരിക്കാമോ? അർപ്പിത എന്ന് പറയാമോ? ഞങ്ങള് 1-ാം വർഷം തന്നെ വന്ന സമയത്ത് തന്നെ റിസർച്ച് ആരംഭിച്ച് 2-ാം വർഷമാണ് ഈ ഒരു പുസ്തകം പുറത്തിറക്കുന്നത്. അപ്പോ അത്ര നാള് നീണ്ടു നിന്ന ഒരു റിസർച്ച് ആയിരുന്നു. ആദ്യം പറഞ്ഞത് എല്ലാരും പറഞ്ഞതുപോലെ തന്നെ വരുന്ന സമയത്ത് വേറൊരു വ്യക്തി എങ്ങനെയാണോ സുഭാഷ് പാർക്കിനെ നോക്കിക്കാണുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് കോളേജ് സമയത്തിന് ശേഷം ചെന്നിരിക്കാനുള്ള ഒരിടം, ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു ഇടം, മറ്റുള്ളവരെ കണ്ടെത്താൻ അങ്ങനെയൊക്കെയുള്ള ഒരു ഇടം മാത്രമായിരുന്നു സുഭാഷ് പാർക്ക്. എങ്കില് പിന്നീട് ഞങ്ങൾ ഈ ഒരു പുസ്തകം എഴുതുന്ന സമയത്ത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ഞങ്ങൾ അതിനെ നോക്കിക്കാണുകയാണ്. ഇപ്പം നമ്മൾ ഇപ്പൊ ഒരു സാധാരണ രീതിയിൽ, അല്ലെങ്കിൽ ഇതിനു മുൻപ് നമ്മൾ സുഭാഷ് പാർക്കിൽ ചെന്ന് നമ്മളിപ്പോ ആരെങ്കിലും കാണാണ്, ഒരു വൃദ്ധനെ കാണുകയാണ് എന്ന് കരുതാം. അപ്പൊ നമ്മള് പ്രത്യേകിച്ച് നമ്മളത് ശ്രദ്ധിക്കാൻ പോവില്ല. പക്ഷെ നമ്മൾ ഈ ഒരു പുസ്തകം എഴുതുന്ന ഒരു സമയത്ത് നമ്മളൊരു വൃദ്ധൻ ഇപ്പൊ അവിടെ വന്നിരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ദേവിക എന്റെ സുഹൃത്ത് ഇടത്തെ പറ്റിയിട്ടാണല്ലോ എഴുതിയത്. അപ്പൊ അവളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുന്നത് അവർക്ക് എങ്ങനെയായിരിക്കും ഈ ഒരു ഇടം അനുഭവപ്പെടുന്നത് എന്നായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും ഇവിടെയുള്ള വൃക്ഷങ്ങളെ ആ വൃദ്ധൻ നോക്കി കാണുന്നത് എന്നായിരിക്കും ഞാൻ ചിന്തിക്കുന്നുണ്ടാവുക. വേറുള്ളവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇതിന്റെ ചരിത്രത്തെ, അല്ലെങ്കിൽ ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുമോ ഈ വൃദ്ധൻ, നേരത്തെ മുതലേ തന്നെ ഇവിടെ വന്നിരിക്കാറുണ്ടാകുമോ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും മനസ്സിലുണ്ടാവുക. അപ്പൊ അങ്ങനെ തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലാണ് ഈ ഒരു റിസർച്ച് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ ഒരു സ്ഥലത്തെ നോക്കി കാണുന്നത്. ഒരുപാട് നന്ദി അർപ്പിത. ഇനി മറ്റുള്ളവർക്കും താങ്ക് യു. ചോദ്യങ്ങളാവും.
സമയം ഇങ്ങനെ പോകുകയാണ്. എന്തായാലും വിനോദ് സാർ, പ്രിയപ്പെട്ട മക്കളെ, ഞാൻ കൃഷ്ണകുമാർ, മൂത്തകുന്നം SNN ട്രെയിനിങ് കോളേജിലെ മലയാള അധ്യാപകനാണ്. ശരിക്കും ഒരു പുസ്തക നിരൂപണം അല്ലെങ്കിൽ പുസ്തക ചർച്ച അല്ലെങ്കിൽ സംസാരം എന്നതിലപ്പുറം ബ്രൂസ്ലി മാഷിൻ്റെ ഈ സംസാരം ഒരു മരം നട്ട പ്രതീതിയായിരുന്നു. ഒരു ജൂൺ 5-ൻ്റെ ഒക്കെ എന്താണെന്ന് അറിയില്ല, എനിക്ക് മാത്രം തോന്നിയതാകും. മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന പോലെ മരങ്ങളോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാകാം, ഏത് പാർക്കിലെയും മരങ്ങളെ അത്രയും പ്രണയിക്കുന്നത് കൊണ്ടാകാം, ഒരു മരം നട്ട പ്രതീതി ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ച കൊണ്ട് സാധിച്ചു എന്നതാണ്. എനിക്കത് വല്ലാതെ ഹൃദയത്തിൽ അത് സ്പർശിച്ചിരിക്കുകയാണ്. നമ്മുടെ ബ്രൂസ്ലി മാഷിന് പ്രത്യേകം എത്ര അഭിനന്ദനങ്ങൾ അറിയിച്ചാലും മതി വരില്ല. മാത്രമല്ല, അതിന് നേരത്തെ പറഞ്ഞ മാതിരി വാഴ്ത്ത് പാടലുകളില്ലാതെ, മറിച്ച് അതിൻ്റെ മാഷിൻ്റെ ഒരു ശീലവും രീതിയും വ്യക്തിത്വം അങ്ങനെയാണ്, എല്ലാം കൃത്യമായി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ഇന്ന് സ്വാഗതം പറഞ്ഞ ശ്രീലക്ഷ്മിക്കും പ്രത്യേകം സ്നേഹം പറയുകയാണ്. നമ്മുടെ മോഡറേറ്ററായിട്ടുള്ള കലാവതി ഇന്ന് ഇതൊരു എന്താ പറയുക, ഒരു വൈകാരികതയായിട്ടാണ് ഇന്നത്തെ അവതരണം. മഹാരാജാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വികാരമാണ് ഇവർക്കൊക്കെ, ഹീരാമിസിനും അങ്ങനെയാണ്. ആ ഒരു വികാരം ശരിക്കും ഉൾപ്പെട്ട് അതിൻ്റെ ഒരു മനസ്സിൻ്റെ ഇഴുകിച്ചേരൽ ഉൾപ്പെട്ടുകൊണ്ടുള്ള മോഡറേറ്റർ പ്രവർത്തനവും നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി നന്ദി പറയാൻ പോകുന്ന ലക്ഷ്മി വിജയനും ഒരു മഹാരാജകീയയാണ്. അപ്പോൾ ഒരു മഹാരാജകീയ മയമാണ് ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ച എന്നുള്ളതാണ്. ഒരു തരത്തിലും മുൻപരിചയമോ അല്ലെങ്കിൽ ഈ കാലത്തുള്ള സാഹിത്യ ചർച്ചകളുടെ ലോബിത്തരമോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ വ്യാഴാഴ്ച വായനാഴ്ചയിൽ ഈ പുസ്തകം ഉൾപ്പെടുത്തിയത്. അത് അവിചാരിതമായി വന്നു ചേർത്ത് പ്രണത ബുക്സിൻ്റെ ഒരു പോസ്റ്റർ ഒരു ദിവസം കിട്ടിയപ്പോഴാണ് ഞാൻ ഈ പുസ്തകത്തെക്കുറിച്ച് അറിയുന്നത്. ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ പല പല ഗ്രൂപ്പുകളിലേക്ക് അത് അയച്ചു കൊടുത്തു. കാരണം നമുക്ക് സാധിക്കാത്തത് മറ്റുള്ളവർക്ക് സാധിക്കണം എന്നുള്ളൊരു ഇഷ്ടമുള്ളത് കൊണ്ട്, അതിൽ പങ്കെടുക്കാൻ പറ്റാത്തത് കൊണ്ട് പങ്കെടുക്കാൻ പറ്റുന്നവരെത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അയച്ചു കൊടുത്തു. പ്രത്യേകിച്ച് ബ്രൂസ്ലി മാഷ് അതിന് പോവുകയും അതിനെക്കുറിച്ചൊക്കെ ധാരാളം സംസാരിക്കുകയും ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇത് ഇങ്ങനെ പുസ്തക ചർച്ചയിലേക്ക് വന്നത്. എന്തായാലും ഒരു ക്യാമ്പസിലെ ഒരു ചരിത്ര വിഭാഗത്തിൽ ഒരു അധ്യാപകൻ്റെ മേശപ്പുറത്ത് അസൈൻമെന്റ് രൂപത്തിൽ ഒതുങ്ങി പോകേണ്ട കുറേ കടലാസുകളാണ് ഇങ്ങനെ ഒരു മഹത്തായ ഗ്രന്ഥമായിട്ട് പരിവർത്തനം ചെയ്തത്. അത് ഈ ശുഭ സായാഹ്നത്തിൽ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുക്കാനും കേൾക്കാനും പറയാനും മിണ്ടാതിരിക്കാനും ഒക്കെ സാധിച്ചത് വലിയൊരു ദിവ്യത്വമായിട്ട് തന്നെ കണക്കാക്കുകയാണ്. ഇപ്പൊ പഠനം എന്ന പ്രക്രിയ, ലേണിംഗ് എന്നൊരു പ്രോസസ്സിനെ ഇത്രമാത്രം ഡിവൈൻ സെൻസിലേക്ക്, ഇത്രമാത്രം ക്രിയേറ്റീവ് സെൻസിലേക്ക് കൊണ്ടുവന്ന വിനോദ് സാറിനും കൂട്ടുകാർക്കും, അങ്ങനെ പറയണം, കൂട്ടുകാർക്കും വലിയ വലിയ കൈകൾ, ബിഗ് ഹാൻഡ്സ് എന്നൊക്കെ പറഞ്ഞവർ വലിയ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ശരിക്കും ഹൃദയം തുറന്നുള്ള ഒരു അഭിമാനവും സ്നേഹവും ആദരവും ഒക്കെ അറിയിക്കുകയാണ്. മഹാരാജാസിനും ഈ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിനും അവിടുത്തെ ഈ ഒരു അധ്യാപകനും ഈ 5 മക്കൾക്കും SNN ട്രെയിനിങ് കോളേജിന്റെ ഒരു സ്നേഹാദരായിട്ട് ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ച സ്വീകരിക്കണം. നിങ്ങളെ 6 ആളെയും ചേർത്ത് ഒരു വലിയ പൊന്നാട കൊണ്ട് ആദരിക്കുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. വളരെ താങ്ക്ഫുൾ ആണ് ഞങ്ങൾ ആ കാര്യത്തിൽ, ഒന്ന് ഓർക്കുകയാണ്. ഇനി എന്തെങ്കിലും നേരിൽ കാണാമെന്ന് വിചാരിക്കണം. നമ്മുടെ ഒരു വാക്കുണ്ടല്ലോ, അനുസരണ എന്നുള്ളത്. ശരിക്കും അതിൻ്റെ അർത്ഥം ഡിക്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അനുചരിക്കുക, കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഈ മാഷ് എത്ര ഭാഗ്യവാനാണ്, ഈ കുട്ടികൾ കൂടെ നടന്നല്ലോ. മാഷ് പറഞ്ഞ ആ ഓരോരോ ചിന്തകൾക്കുള്ള വഴികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആ വഴികളിലൂടെ ഈ മക്കളെല്ലാം നടന്നു എന്നതാണ്. വെറുതെ നടക്കല്ല, വളരെ ആനന്ദത്തോടു കൂടി, ഇഷ്ടത്തോടു കൂടി ഈ പ്രവൃത്തി ചെയ്തു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് അർപ്പിതയും ദേവികയും യസ്നയും ശിഖയും ഒക്കെ സംസാരിച്ച്. എനിക്ക് കൈലാസിൻ്റെയും കൂടെ സംസാരം കേൾക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തെങ്കിലും നേരിട്ട് വിളിക്കുകയോ എന്തെങ്കിലും ചെയ്യാം. എന്തായാലും ഇന്നത്തെ പുസ്തക ചർച്ച വലിയ വിജ്ഞാനപ്രദമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഒരുപാട് ജ്ഞാന നിർമ്മിതി, നേരത്തെ സിജി ടീച്ചർ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ്സിലെപ്പോഴും രാഖി രാമായണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് നിർമ്മിതിവാദം. 7E എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കാറുണ്ട്. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് നിങ്ങളിപ്പോൾ കാണിച്ചത്. നമ്മൾ പറയില്ലേ, മുൻപേ പറന്ന പക്ഷികൾ എന്നൊക്കെ പറഞ്ഞ മാതിരി, അല്ലെ മുമ്പേ പറക്കുന്ന പക്ഷികൾ. ഈ കുട്ടികളൊക്കെ BEdന് ചേരുന്നതിന് മുമ്പ് തന്നെ BEdൻ്റെ പാഠങ്ങൾ അല്ലെങ്കിൽ
പെഡഗോജിയുടെ കുറേ തന്ത്രങ്ങൾ സ്വയം ഇങ്ങനെ ഒരു അധ്യാപകന്റെ നിർദ്ദേശത്തിൽ പരിശീലിച്ചു എന്നതാണ്. നമ്മൾ ബി എഡിനൊക്കെ പറയുന്നൊരു വാക്കാണ് ചിന്താ പ്രക്രിയകൾ, മെൻ്റൽ പ്രോസസ് സ്കിൽസ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ തോട്ട് പ്രോസസ് സ്കിൽസ് എന്നൊക്കെ പറയും. ഒരു വിഷയത്തെ, ഒരു കേന്ദ്ര വിഷയത്തെ ആസ്പദമാക്കി ഏതെല്ലാം വിധാനങ്ങളിൽ നമ്മുടെ ബുദ്ധി വ്യാപരിക്കാം, ചിന്തകൾ വ്യാപരിക്കാം എന്നതാണ്. ഒരു പാർക്കിനെ എങ്ങനെ മനോഹരമായൊരു പുസ്തകമാക്കി, ഒരു പുസ്തകത്തെ എങ്ങനെ മനോഹരമായൊരു പാർക്കാക്കി പാർപ്പിച്ചു എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയൊരു അലങ്കാരം. ഞാൻ അങ്ങനെ ഒരു ടാഗ് ലൈൻ തന്നെയാണ് ഇതിൻ്റെ പ്രചാരണത്തിന് ഉപയോഗിച്ചത്. ഒരു പാർക്ക് ഒരു പുസ്തകമാകുന്നു, ഒരു പുസ്തകം ഒരു പാർക്കാകുന്നു എന്നാണ് കൊടുത്തത്. ഇപ്പൊ ജ്ഞാന നിർമ്മിതിയുടെ ഒരു ഉത്തമ ഉദാഹരണ ഉൽപ്പന്നമായിട്ട് ഈ പുസ്തകം മാറിയിരിക്കുകയാണ്. സാധിക്കുമെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ഗവൺമെന്റുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഇതിനെ നല്ലവണ്ണം പാകപ്പെടുത്തിയെടുക്കണം. ഇതിൽ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈവൺ ആ ഫോണ്ട് സൈസൊക്കെ ഒന്ന് കുറയ്ക്കാം, ഇതെല്ലാം ചെയ്തോളും. ഇത് എന്താ പറയുക, മാർപ്പാപ്പേനെ കുർബാന പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ പോലെയാണ്. വിനോദ് സാറിന്റെ പുസ്തക പ്രസാധനം ഒന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഇനി അടുത്ത ഒരു 3rd എഡിഷനിൽ അത് ഭംഗിയായിട്ട് ഒരു പ്രൊഫഷണലായിട്ട് ഇറക്കാവുന്നതാണ്. ഇതിപ്പോൾ ഒരു അമേച്ചറായിട്ട് കുട്ടികൾ ചെയ്ത പ്രവർത്തനം എന്നല്ല, അതിൻ്റെ ഒരു തലത്തിലേക്ക് പോയി എന്ന് മാത്രം. അങ്ങനെ കുറച്ചും കൂടെ ഒന്ന് പ്രൊഫഷണലായിട്ട് ഒരു കമ്പനികൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായി വന്നേക്കും. പിന്നെ പ്രൂഫ് റീഡിങ്, സ്പേസിങ് ഒക്കെ എല്ലാം ബ്രൂസ്ലി പറഞ്ഞ സത്യസന്ധമാണ്. ബ്രൂസ്ലി വളരെ എന്താ പറയുക, മാനസികമായ നഗ്നത ഉള്ള ഒരു മനുഷ്യനാണ്. ഉള്ളു തുറന്നു കാണിക്കുന്ന ആ രീതിയിലെല്ലാം പറയുകയും ചെയ്തു. അതും മാറ്റങ്ങൾ വരുത്തി ടൂറിസം ഡിപ്പാർട്ട്മെന്റിനൊക്കെ നമ്മൾ ഈ പുസ്തകത്തിൽ നിന്ന് കണക്ട് ചെയ്താൽ, ഇപ്പൊ പണ്ട് ഇതുപോലെ ഒരു ബുക്ക് നമ്മുടെ ഫോർട്ട് കൊച്ചിയെ കുറിച്ച് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വാക്കിംഗ് ടൂറിസത്തിന് വേണ്ടി, ഒരു വില്ലേജ് വാക്കിന് വേണ്ടി കുറെ വർഷം മുമ്പാണ്. അതുപോലെ ഈയിടെ തൃശ്ശൂർ തേക്കിൻകാട്ടിലെ മരങ്ങൾ എന്ന പേരിൽ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അറിയുന്നില്ല, പലയിടങ്ങളിലും ഇത് ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ പുതിയ സോഷ്യൽ മീഡിയ കാലമാണ്. നമുക്ക് ഈ പുസ്തകത്തിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാരുണ്യം ഇതെങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അപ്പൊ ഇത് കൂടുതൽ ആളുകളിലേക്ക് വായിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതൊരു പുസ്തക ചർച്ച എന്നതിനപ്പുറം മെച്ചപ്പെടലിന്റെയും കൂടി സാധ്യതകളും നമ്മൾ ഇതിൽ ആരായാൻ പറ്റി എന്നുള്ളതാണ്. എല്ലാ വിദ്യാലയങ്ങളിലേക്കും സ്കൂളുകളിലേക്കൊക്കെ ഇത് എത്തിക്കണം. അത് അവരുടെ അടുത്തുണ്ടായിരിക്കും ഇതുപോലെ ഓരോ സുഭാഷ് പാർക്കുകളും. എല്ലാ ജില്ലയിലും എല്ലാ ഗ്രാമങ്ങളിലും ഒരു സുഭാഷ് പാർക്ക് ഉണ്ടാകും. അപ്പൊ എന്തുകൊണ്ട് ആ മരം എങ്ങനെ അവിടെ വന്നു, അല്ലെ ഈ ഭൂമി പണ്ട് എന്തായിരുന്നു എന്നുള്ളൊരു ചിന്ത വന്നാൽ അത് നന്നായിരിക്കും എന്നുള്ളതാണ്. ഞാൻ മഹാരാജാസിൽ പഠിച്ചിട്ടുമില്ല, സുഭാഷ് പാർക്കിൽ പോയിട്ടുമില്ല. പക്ഷെ സുഭാഷ് പാർക്ക് 4 PM എന്ന പേരിൽ പണ്ടൊരു കവിത എഴുതിയിട്ടുണ്ട്. സുഭാഷ് പാർക്കിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞ നുണയാണ്. ഇപ്പോൾ ഹോർത്തുസ് വന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നു, അപ്പോൾ അവിടെ പോയിരുന്നു. പക്ഷെ അതിന് വർഷങ്ങൾക്ക് മുമ്പ് സങ്കല്പത്തിൽ സുഭാഷ് പാർക്ക് 4 PM എന്ന് പറഞ്ഞിട്ടൊരു കവിത എഴുതിയിരുന്നു. അതൊന്നും ഉണ്ടായിരുന്നില്ല. 2 പേര്, ഒരു പ്രണയികൾ സുഭാഷ് പാർക്കിലേക്ക് ചെല്ലുകയാണ്. ആ സുഭാഷ് പാർക്കിനോളം മനുഷ്യരിൽ നിന്ന് മറ നേടാൻ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് മറ നേടാൻ പറ്റുന്നൊരിടം സുഭാഷ് പാർക്കിനോളം കവിഞ്ഞൊരു സ്ഥലം കേരളത്തിൽ ഇല്ല എന്ന് എന്തോ ഒരു തോന്നൽ വന്നിരുന്നു. പക്ഷെ പിന്നീട് അറിഞ്ഞു, ശരിയാണ്, അത് ഒരുപാട് മനുഷ്യർക്ക് ഹീലിംഗ് കൊടുക്കുന്ന, ഒരുപാട് ഏകാകികൾക്ക് ജീവിതത്തിലേക്ക് വെളിച്ചം കൊടുത്ത, അതിൽ ഒരുപാട് കൂട്ടുകാർക്ക് ഇരുന്ന് സംസാരിക്കാവുന്ന, അകലേക്ക് കണ്ണും നട്ട് കൊച്ചി കായലിലെ കാറ്റൊക്കെ ഏറ്റ് ദുർഗന്ധമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ അനുഭവിക്കാനൊക്കെ പല രീതികളിലൊരു ജൈവ വ്യവസ്ഥിതിയുടെ ഒരു പ്രതിരൂപമാണ് സുഭാഷ് പാർക്ക്. അതിനിങ്ങനെയൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സുഭാഷ് പാർക്കിന് ജീവനുണ്ട്. അത് അതിൻ്റെ എല്ലാ കൈകളും ചേർത്ത് നിങ്ങളെ 6 പേരെയും പുണരുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്, ആശീർവദിക്കുന്നുണ്ട്. ഞങ്ങളും നിങ്ങളെ സ്നേഹിക്കുന്നു, ആശീർവദിക്കുന്നു. സന്തോഷം, വളരെ സന്തോഷം ഇങ്ങനെ ഒരു വ്യാഴാഴ്ച വായനയാഴ്ച നിങ്ങൾ 6 പേരും പങ്കെടുത്തതിൽ. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ധന്യ. ഞാൻ ഇവിടെ ഈ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, SNM-ലെ. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞത് കുറച്ച് വൈകിയാണ് കയറിയത്. ബ്രൂസ്ലി മാഷിനെ ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ഒരു ചെറിയ പണിയിലായത് കൊണ്ടും ഇടപെടാതെ ഇങ്ങനെ ഇരുന്നതാ. എനിക്ക് സന്തോഷം തോന്നിയതേ ആ കുട്ടികളുടെ സംസാരം ഇങ്ങനെ കേട്ടപ്പോഴാണ്. വിനോദ് മാഷും വളരെ ആത്മാവിൽ നിന്ന് സംസാരിക്കുന്നു. കുട്ടികളും അതില് വളരെ നമ്മളൊരു കാര്യം, ഒരു അസൈൻമെന്റ് ചെയ്യാനുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളതല്ല, മനസ്സോട് ചേർന്ന് നിന്നിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണെന്ന്
കാണുമ്പോൾ തന്നെ ഇവരുടെ ഒരു കേൾവിയും അവതരണവും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ബ്രൂസ്ലി മാഷ് വിമർശനാത്മകമായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞതും കൂടി ഉൾക്കൊള്ളിച്ചിട്ട് പുസ്തകം കുറച്ചും കൂടി ബെറ്റർ ആക്കാനായിട്ട് പറ്റും. പക്ഷെ എന്നാലും ഇവർ ഇതിൽ കൊടുത്തൊരു ആത്മാർപ്പണം അതിനെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. ഞാൻ മഹാരാജാസിലാകെ ഒരു പ്രാവശ്യം ഒരു ചെറിയ കോർണറിൽ മാത്രം കേറിയിട്ടുള്ള ഒരു സെമിനാർ പ്രസന്റേഷൻ, അല്ലാതെ മഹാരാജാസ് നമ്മള് പോയിട്ടുമില്ല. എറണാകുളത്തേക്കുള്ള നമ്മളുടെ യാത്രകളും വളരെ ചുരുക്കമാണ്. ഈ പാർക്കും കണ്ടിട്ടില്ല. അങ്ങനെ യാതൊരുവിധ അനുഭവം, സാറ് പറഞ്ഞിട്ട് ഒരു അനുഭവം ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ എന്നിട്ട് പോലും ഇതിനെപ്പറ്റി പറയുമ്പോഴേ നമുക്ക് അവിടെ ചെന്നൊന്ന് സന്ദർശിക്കണമെന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെന്നും അവിടുത്തെ ചരിത്രം അന്വേഷിക്കണം എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാക്കാൻ പറ്റിയല്ലോ. മലയാളത്തിലെ കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ ഇങ്ങനത്തെ ഒരു രീതിയൊക്കെ അവർക്ക് പരിചയമുണ്ട്. പക്ഷെ ഇത് ഹിസ്റ്ററി കുട്ടികളും കൂടിയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് നമ്മളെ ഈ മലയാളം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ഒരു മെത്തഡോളജി അല്ലല്ലോ ചരിത്രം ഫോളോ ചെയ്യുന്ന ആൾക്കാര് കാണുന്നുണ്ടാവുക. അപ്പൊ ആ രീതിയിൽ ഈ പുസ്തകത്തിലുള്ള ഒരു വ്യത്യാസം, എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു കൗതുകമൊക്കെ എന്റെ മനസ്സിലുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ പുസ്തകം ഒന്ന് കയ്യിൽ കിട്ടിയാൽ നല്ലതായിരുന്നു. അന്വേഷിക്കാം, കണ്ടെത്തി വായിക്കാം. വിനോദ് മാഷെ ഒന്ന് കണ്ടാ കൊള്ളാന്നും ആഗ്രഹമുണ്ട്. സാറിനെ കാണാൻ പറ്റിയെങ്കിൽ വരാനെന്നും ഒരു താല്പര്യം തോന്നുന്നുണ്ട്. അപ്പോ സാറിനും കുട്ടികൾക്കും ഒക്കെ ഹൃദയത്തിന്ന് ഒരു ഈ പ്രവൃത്തി ചെയ്തതിന് അഭിനന്ദനവും. എന്താ പറയാ, ഇത്രയും നമുക്കൊന്നും പറ്റണില്ലല്ലോ, മാഷൊക്കെ അത് ചെയ്യണുണ്ടല്ലോ. അതിന് എത്ര അഭിനന്ദിച്ചാലും പറ്റില്ല. അത്രയും വാക്കുകളൊക്കെ പോരാതെ വരും അഭിനന്ദിക്കാൻ. അതാണ്. അപ്പൊ സന്തോഷം. ഈ പ്രണത ബുക്സിന്റെ തന്നെ ഒരു സ്ഥിരം ഒരു ഫോണ്ട് സ്റ്റൈൽ ഉണ്ട്. അത് നല്ലതായിരുന്നു കേട്ടോ. എൻ്റെ ഒരു ചെറിയൊരു നിർദ്ദേശമാണ്. അത് ഉപയോഗിച്ചാൽ നന്നായിരിക്കും മാഷെ. ഓക്കെ സാറേ, ശരി. മാഷ് ഇങ്ങനെ വേറെ പ്രവർത്തനങ്ങൾ ചെയ്യിച്ചിട്ടുണ്ട് കുട്ടികളെ കൊണ്ട് ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ? സാറ്, ഞാൻ എൻ്റെ കയ്യിൽ PhD ചെയ്യുന്ന കുട്ടികളാണ് ഞങ്ങൾ കുറേ ബുക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇത് ഡിഗ്രി കുട്ടികളാണല്ലോ. കുറേ ചെയ്തിട്ടുണ്ട് സാറേ. ഞാൻ ചെയ്ത 2-3 ബുക്കിലൊക്കെ എൻ്റെ കുട്ടികൾ എഴുതിയിട്ടുണ്ട്. സാറിന്റെ ബയോഗ്രഫി വായിച്ചപ്പോൾ തന്നെ അതാ ഞാൻ പറഞ്ഞത്, ഈ മാർപ്പാപ്പേനെ കുർബാന പഠിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പുസ്തകം ഇറക്കണം എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇതൊരു ഒരു വിസ്മയാണ്. എന്തായാലും സന്തോഷം. ശരിക്കും സുഭാഷ് പാർക്കിൽ ഇരുന്ന് ചർച്ച ചെയ്യണം തോന്നുന്നു ഈ പുസ്തകം, അല്ലേ? സാറേ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പൊ ഈ അടുത്താണ് വേറൊരു സംഗതി കയ്യിൽ വന്നു ചേർന്നത്. മഹാരാജാസിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. അവിടുത്തെ 1928-29 കാലഘട്ടത്തിലെ മാഗസിൻ, കോളേജ് മാഗസിൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ ബ്രജേഷ് സാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് അത് കിട്ടിയെന്ന് പറഞ്ഞു, അവിടുത്തെ ഡിജിറ്റൽ ലൈബ്രറിയിൽ നിന്ന്. ഒരുപാട് സന്തോഷം തോന്നി. അത് കിട്ടിയ വശം തന്നെ ഞാനൊരു പുസ്തകമാക്കി ഇവിടെ ലൈബ്രറിയിൽ വെക്കണം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ അന്നത്തെ ആ ഒരു മാഗസീന്റെ എഴുത്തും മുഴുവൻ ഇംഗ്ലീഷിലാണ്. അന്ന് ബ്രിട്ടീഷ് രാജിന്റെ ായിരുന്നു. അപ്പൊ സാർ അത് വായിച്ചിരുന്നോ? ടീച്ചറെ, നമ്മുടെ മാഗസിന് 1917 മുതലുണ്ട്. ഫസ്റ്റ് മാഗസിൻ കോളേജിലുണ്ട്. പിന്നെ ഞങ്ങൾ 42ഓളം മാഗസിൻ ടീച്ചറെ മിസ്സിംഗ് ആണ്. മിസ്സിംഗ് മാഗസിൻ ഞാൻ പലതും ഈ തൃശ്ശൂർ അപ്പന്തപുരം ലൈബ്രറിയിലുണ്ട്. കുറെ ഞങ്ങൾ വീണ്ടും എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കോളേജിൽ കൊടുത്തിട്ടുണ്ട്. കുറെ കളക്ഷന്റെ അടുത്തുണ്ട് ടീച്ചറെ. കുറെ കോളേജിന്റെ കുറെ കളക്ഷൻ. അതൊന്ന് വന്ന് വായിച്ചാൽ കൊള്ളാന്നുണ്ട്. കാരണം ഇത് 28 പെട്ടെന്ന് കയ്യിൽ കിട്ടിയപ്പോ അത് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിലെ ഡിജിറ്റൽ ലൈബ്രറിയിൽ നിന്നാണ് സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞേ. അപ്പൊ ഒരു കൗതുകം. ഇങ്ങനെയൊക്കെ നമ്മള് 93-93 തോന്നുന്നു ആദ്യമായിട്ട് സുഭാഷ് ചന്ദ്രൻ മാഗസിനിൽ, അവിടെ കോളേജ് മാഗസിനിലാണ് എഴുതി തുടങ്ങിയത്. അപ്പോ ഒരു കറുപ്പ് സ്വാമിയെ പോലെ ഒരാൾ എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കഥ. അപ്പോ അതൊക്കെ നമ്മുടെ കൂട്ടുകാരിയുടെ കയ്യിലുണ്ട്. പക്ഷെ അതിനു മുമ്പുള്ള മാഗസിൻസ് ഒക്കെ ഇതേപോലെ ഇത് കാണാൻ സാധിക്കുകയാണെങ്കിൽ സാറിന്റെ കയ്യിൽ അവിടെ കോളേജിലുണ്ടെങ്കിൽ ഒരു ദിവസം വരാം സാറേ. ഒരു സന്തോഷമായിരിക്കും. ടീച്ചറെ, കോളേജിൽ മാഗസിൻ ഉണ്ട്. ഞാൻ 42 മാഗസിൻ മിസ്സിംഗ് ആണ്. ബാക്കിയൊക്കെ കോളേജിലുണ്ട്. ടീച്ചർ വന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഹീരാമിസിനെ പറയൂ സാർ. ഞാൻ പറയാം, ഹീരാമിസേ
20 വയസ്സില് സുഭാഷ് പാർക്കിൽ പോയതും ഇപ്പൊ 50 അതെ അതെ വയസ്സിൽ സുഭാഷ് പാർക്കിൽ പോയതും ഒരു 30 വർഷത്തിന്റെ ഒരു നൊസ്റ്റാൾജിയ വ്യത്യാസമുണ്ട്. അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അതിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന തൊണ്ണൂ- ഇതാണ്, ഈ പാർക്ക് എന്ന് പറയുന്ന ഏരിയയുടെ നമ്മളെ തേടി നമുക്കൊരു അഭയം തരുന്ന ഒരു സ്ഥലം പോലെ തോന്നുന്നില്ലേ? സാറേ, അത് ഞങ്ങള് അന്നത്തെ കാലത്തെ 2:30 വരെയാണ് അന്ന് ക്ലാസ്. അപ്പൊ നമുക്ക് സമയമുണ്ടല്ലോ, വൈകുന്നേരം 4:30 വരെ ഒന്നും ഇല്ല. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ചു നേരം കൂട്ടുകാരൊക്കെ കൂടുതൽ സമയം കോളേജിൽ തന്നെ ആയിരിക്കും. എന്നാലും കുറച്ചു നേരമൊക്കെ ഒന്ന് കാറ്റ് കൊള്ളാനായിട്ട് നമ്മള് പാർക്കിലൊക്കെ പോവും. അങ്ങനെ ഒരു ശീലമായിരുന്നു. എന്നും പോവില്ല, പാർക്ക് മുന്നിൽ തന്നെ ഉണ്ടല്ലോ. അപ്പോ എന്നാലും അതൊരു ഭാഗമായിരുന്നു, നമ്മുടെ കോളേജ് ലൈഫിൽ അതൊരു ഭാഗം തന്നെയായിരുന്നു. അല്ല, ഇപ്പൊ ഇന്ന് എഴുതിയ പിള്ളേരും പലരും പറഞ്ഞതുപോലെ അവിടെ പല ടൈപ്പിലുള്ള ആൾക്കാരല്ലേ ഇരുന്നത്. ഓരോരുത്തരും ഓരോ മനോവ്യാപാരത്തിലാണ് അവിടെ ചെന്നിരിക്കുന്നത്. അപ്പൊ ഏത് തരത്തിലുള്ള ആൾക്കാർക്കും ഒരു അഭയം തരുന്ന ഒരു സ്ഥലമായിട്ട് ആ പാർക്ക് മാറുന്നു എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ വിനോദ് കുമാർ സാർ ഇങ്ങനെ പിള്ളേരെ കൊണ്ട് ഈ പുസ്തകം എഴുതിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് ഒരു 5 എഴുത്തുകാരെ കൂടി അങ്ങ് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതും അവരുടെ ഈ 20 വയസ്സില് 22 വയസ്സിലൊക്കെ അവര് എഴുത്തുകാരായി മാറി എന്നുള്ള ഒരു ഭയങ്കര ആത്മഹർഷം അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു മോട്ടിവേഷൻ അല്ലേ? എന്ത് വന്നാലും ശരി, നല്ല ഒരു ക്ലാസ്. താങ്ക് യു. അതാണ് ഈ സോഷ്യൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നതിലേ എത്ര സാധ്യതകളുണ്ട്. അത് നമ്മുടെ മക്കളാരും ഉപയോഗിക്കുന്നില്ല. എത്ര പറഞ്ഞാൽ ഈ കഴുതകൾക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. എഴുതാൻ എന്തൊക്കെ സാധ്യതകളാണ്. ഇപ്പൊ ബി.എഡിന് പഠിക്കുന്ന കുട്ടികളോട് തന്നെ ഇപ്പോൾ നിലവിലുള്ള സിലബസ് പ്രകാരം 52ഓളം പ്രാക്ടിക്കൽസ് ഉണ്ട് അവർക്ക് 2 വർഷം കൊണ്ട്. ഈ 52ലും ഇത്രയും ക്രിയേറ്റീവ് സാധ്യതകൾ നിറഞ്ഞ വർക്കുകളാണ്. പക്ഷെ അവിടെയൊക്കെ ഫോക്കസിങ് പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു അസൈൻമെന്റ് അല്ലെങ്കിൽ ഒരു മാർക്ക് എന്നുള്ള രീതിയിൽ മാത്രമാണ്. എത്ര എത്ര എഴുത്ത് സാധ്യതകളാണ്. വാണിയംകുളം അവിടെ ആ ഭാഗത്താണ് ഒരു പുസ്തകം പണ്ട് ഇറങ്ങിയുള്ളത്. അതുപോലെ ലോക്കൽ ഹിസ്റ്ററിയുടെ വലിയൊരു പുസ്തകമാണ്. ആ നാട്ടിലെ എല്ലാ മനുഷ്യരെയും കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നു. അടയ്ക്കാപുത്തൂർ ഗ്രാമത്തെ കുറിച്ചൊരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ നാട്ടിലെ ഓരോ ഈ തൊടിയിൽ പണിയെടുക്കുന്ന ആളുകളെ പോലും ഉൾപ്പെടുത്തി ആ നാട്ടിലെ കൊല്ലന്മാരുടെ ചരിത്രം, ആ നാട്ടിലെ വേട്ടുവന്മാരുടെ ചരിത്രം, ആ നാട്ടിലെ ഈ റോഡ് പണിത ആളുകളെ ചരിത്രം, അങ്ങനെയൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ ഒരു സോഷ്യൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ലോക്കൽ ഹിസ്റ്ററി എന്നൊക്കെ പറയുന്നതിലേക്ക് ഒരുപാട് എഴുത്ത് സാധ്യതകളുണ്ട്. അത് ഒന്നിൽ നമ്മുടെ മാഷിപ്പോ പറഞ്ഞ പോലെ ഇപ്പൊ സുഭാഷ് പാർക്കിന്റെ എൻട്രൻസിൽ ഒരുപക്ഷെ ഈ പുസ്തകം അവിടെ വിൽക്കാനോ അല്ലെങ്കിൽ പരിചയപ്പെടുത്താനോ ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അത് ഈ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഒക്കെ ആയിട്ട് ചേർന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് അതിനൊരു സാധ്യത. നല്ല അത് സ്കോപ്പ് ഉണ്ട്. മാത്രമല്ല, അല്ല സാറേ, ഇത് എല്ലാ നാട്ടിലും ഉണ്ട് ഇങ്ങനെ ഒരു സുഭാഷ് പാർക്ക്. ഇത്രയധികം ജൈവ വൈവിധ്യം ഇല്ലെങ്കിലും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ തൃശ്ശൂരിലെ തേക്കിൻകാട്ടിലെ മരങ്ങൾ, അത്രയും ഇനം മരങ്ങൾ അവിടെ ഉണ്ടെന്ന് ആ ബുക്ക് ഇറങ്ങിയപ്പോഴാണ് നാട്ടുകാർ അറിഞ്ഞത്. ആളുകൾ വിചാരം തേക്ക് മാത്രമുള്ള കാടാണ്. അങ്ങനത്തെ ഒരു തെറ്റിദ്ധാരണയാണ് ആ പേര്. ഒരുപാട് എത്രയോ 600 ചില്ലാനം ജനുസ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ എല്ലാ നാട്ടിലും ഉണ്ട് ഇങ്ങനെ സാധ്യതകൾ. അത് നമ്മൾ ഇപ്പോൾ മുസിരീസ് കൊടുങ്ങല്ലൂര്, അവിടെ എത്ര കാര്യങ്ങൾ എഴുതാനുണ്ട്. അപ്പൊ ഇത് ഈ ജ്ഞാനനിർമ്മിതി എന്ന് ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കുകയും ചെയ്യുക, അല്ലാതെ അതിനപ്പുറം ഒരാൾ പോലും ഇങ്ങനെ ശ്രമിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇവർ 6 പേരെയും പൊന്നാടയണിച്ച് ആദരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ ഈ മാസ്റ്റർ പ്ലാനുകളിൽ ഫ്യൂച്ചറിലേക്ക് ഓരോ ഗ്രാമങ്ങളിലും ഓരോ ഇതേമാതിരി പാർക്കുകൾ എന്നൊക്കെ ഉള്ളൊരു എങ്ങനെയൊക്കെ വായിച്ചു കേട്ടു. അതൊക്കെ വരുവാണെങ്കിൽ ഒരു കളിസ്ഥലം, ഒരു പാർക്ക് എന്ന് പറഞ്ഞാൽ കോമൺ ഫോർ ഓൾ. അപ്പൊ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ അതൊക്കെ എന്തൊരു നല്ലൊരു സന്തോഷമുള്ള കാര്യമായിരിക്കും. ഈ കുളങ്ങള് വൃത്തിയാക്കിയത് അങ്ങനത്തെ ഒരു രീതിയിലാണ്. ഈ കേന്ദ്ര ഫണ്ടിലൊക്കെ അങ്ങനെ കുറെ കുളങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ടല്ലോ എന്റെ നാട്ടില്. കരിങ്കലൊക്കെ കെട്ടി അതെ അതെ റെഡിയാക്കി അതെ 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 അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഇനി എന്തായാലും സന്തോഷം. 9:30 ആവാറായി അല്ലേ? ഈ കുട്ടികൾക്ക് നിർത്താം. യെസ്, അഞ്ചു. ഓക്കെ മാഷ്. ഈ മാഷിന് എന്തെങ്കിലും അവസാനമായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ വിനോദ് മാഷ്? ഇല്ല സാറേ, ഞാൻ സാറിൻ്റെയൊക്കെ വാക്കുകൾ കേൾക്കുകയായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അത് നമ്മൾ ചെയ്തൊരു കാര്യത്തെ അഭിനന്ദിച്ചു എന്നല്ല, നമ്മളെക്കാൾ വളരെ ശക്തമായ കാഴ്ചപ്പാടുള്ള ആൾക്കാരെ കണ്ടെത്താൻ സാധിച്ചു. ഇപ്പൊ സാറിനെ വിളിച്ചതൊക്കെ ഞാൻ ഇത്ര ഗൗരവത്തിൽ കാര്യങ്ങളെ കാണുന്ന ഒരാളെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അത് പിന്നീട് ഞാൻ കഴിഞ്ഞ നമ്മുടെ ക്രൈസ്റ്റ് ബോണ്ട് ടോക്ക് അത് വളരെ ഗംഭീരമായി. ഞാൻ എൻ്റെ ക്ലാസ്സിൽ, ഈ കുട്ടികളുടെ ക്ലാസ് തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഷ
പിന്നെ അങ്ങനത്തെ ബുക്കുകളൊക്കെ. ഇപ്പൊ എൻ്റെ ഏട്ടൻ്റെ മോള് ചോദിച്ചു, പാപ്പന്റെ കയ്യിൽ എങ്ങനെ ഇത്രയെല്ലാം ബുക്കുകളൊക്കെ കിട്ടുന്നതെന്ന്. ഇപ്പൊ ജയക്രൈസ്റ്റ് കൊണ്ടൊക്കെ അത്ര ഗംഭീരമായ വർക്കുകളാണ് അതൊക്കെ. സാറിനെ പരിചയപ്പെടാൻ പറ്റി, കുട്ടികൾ ഇത്രയും നാൾ നമ്മളെ കേട്ടു. ഇപ്പൊ ഞാനൊരു വലിയ കാര്യം ചെയ്തു അല്ലെങ്കിൽ ചെയ്തു എന്നല്ല, നമുക്ക് വേണ്ടുന്ന ആൾക്കാരെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇവിടെ എല്ലാ സംഭാഷണവും അങ്ങനെ ആയിരുന്നു. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സാറേ. വളരെ സന്തോഷം. ഒരുപാട് ഇങ്ങനെയുള്ള രചനകൾ ഉണ്ടാവട്ടെ. രചനകൾക്ക് അപ്പുറം പക്ഷെ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യവും സ്നേഹവും ചേർത്ത് പിടിക്കലും ഉണ്ടല്ലോ. യഥാർത്ഥ ക്ലാസ് മുറികൾ അതാണ്. സന്തോഷം സാർ. അഞ്ജു. ഓക്കെ മാഷെ. വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിക്ക് ഔപചാരികമായി നന്ദി പറയുന്നത് 1ാം വർഷ ബി.എഡ് കൊമേഴ്സ് വിദ്യാർത്ഥിനി ലക്ഷ്മി വിജയനാണ്. ലക്ഷ്മിയെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ച പ്രതിവാര പുസ്തക നിരൂപണ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. മനോഹരമായ ഒരു പാർക്ക് എങ്ങനെ ശ്രേഷ്ഠമായ ഒരു പുസ്തകമായി മാറുന്നുവെന്ന് നമ്മൾ വിശദമായി കണ്ടു. എല്ലാ തരത്തിലുള്ള അറിവും ആസ്വാദനവും പുതിയ കുറെ സുഹൃത്തുക്കളെയും ലഭിക്കുന്നതുമായ വേറിട്ട ഒരു സെഷനായിരുന്നു ഇന്നത്തെ വ്യാഴാഴ്ച വായനാഴ്ച. വളരെ മനോഹരമായി നമുക്ക് മുന്നിൽ ഈ പുസ്തകം നിരൂപണം അവതരിപ്പിച്ച വെണ്ണല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും നമ്മുടെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ബ്രൂസ്ലി കുരുവിള തോമസ് സാറിനും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അദ്ദേഹത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം വ്യാഴാഴ്ച വായനാഴ്ചയുടെ നിരവധി ലക്കങ്ങളിൽ ഇതിനകം അദ്ദേഹം പുസ്തക അവതാരകനായും ചർച്ചകളിൽ പങ്കാളിയായും സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. ഈ ലക്കവും ബ്രൂസ്ലി മാഷിന്റെ കൃത്യമായ നിരൂപണം കൊണ്ട് അതിഗംഭീരമായി. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം കൂടുകയും സുഭാഷ് പാർക്ക് എന്ന പുസ്തകത്തിന്റെ എഴുത്തനുഭവങ്ങൾ വിശദമായി പങ്കുവയ്ക്കുകയും ചെയ്ത പുസ്തകത്തിന്റെ എഡിറ്റർ കൂടിയായ എറണാകുളം മഹാരാജാസ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ വിനോദ് കുമാർ സാർ, പുസ്തകത്തിലെ പ്രബന്ധങ്ങൾ എഴുതിയ മാഷിന്റെ പ്രിയ വിദ്യാർത്ഥികളുമായ കൈലാസ് മോഹൻ, അർപ്പിത മണിലാൽ, ദേവിക KS, കിസ്ന റിസ് ജോണി, ഷിക ടി എന്നിവർക്ക് SNM ട്രെയിനിങ് കോളേജിന്റെ പേരിലും വ്യാഴാഴ്ച വായനാഴ്ച എന്ന പരിപാടിയുടെ പേരിലും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗൂഗിൾ മീറ്റിൽ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. തുടർന്നും ഇത്തരം ധാരാളം കൂട്ടുപുസ്തകങ്ങൾ ഇവർക്ക് 6 പേരുടെ കൂട്ടുകെട്ടിൽ സാധ്യമാകട്ടെ എന്നും ആശംസിക്കുകയാണ്. ഇന്നത്തെ വ്യാഴാഴ്ചയിൽ മഹാരാജാസ് കോളേജിൽ നിന്നും പങ്കെടുത്ത അധ്യാപകർക്കും വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദിയും സ്നേഹവും പറയുകയാണ്. അടുത്ത വ്യാഴാഴ്ചകളിലെ പുസ്തക ചർച്ചകളിലേക്ക് മഹാരാജാസിലെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കെയും സ്വാഗതം ചെയ്യുകയാണ്. ഈ വേളയിൽ ഈ പരിപാടിക്ക് എല്ലാ പിന്തുണയും പ്രോത്സാഹനവും തരുന്ന SNM ട്രെയിനിങ് കോളേജിന്റെ ആരാധ്യയായ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുസ്മിത മിസ്സിനും നന്ദി പറയുകയാണ്. പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്റേഴ്സായ പ്രൊഫസർ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനും ഡോക്ടർ ഹീര മിസ്സിനും കോളേജ് ലൈബ്രറിയൻ മോണിക്ക മാമിനും SNM ട്രെയിനിങ് കോളേജിലെ പ്രിയപ്പെട്ട അധ്യാപകർക്കും വിദ്യാർത്ഥിനികൾക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. വ്യാഴാഴ്ച വായനാഴ്ച പ്രോഗ്രാം സ്റ്റുഡൻറ് കോർഡിനേറ്റേഴ്സായ ലയനയ്ക്കും അക്ഷയയ്ക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. ഇന്ന് മോഡറേറ്ററായി ആകർഷകമായ രീതിയിൽ പരിപാടി അവതരിപ്പിച്ച അഞ്ജുവിനും ഭംഗിയായി സ്വാഗതം ആശംസിച്ച ശ്രീലക്ഷ്മിക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വ്യക്തിപരമായ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് സമയം കണ്ടെത്തി എല്ലാ വ്യാഴാഴ്ച വായനാഴ്ചയിൽ പങ്കെടുക്കുന്ന ഈ പരിപാടി വിജയകരമാക്കാൻ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും, ഇവിടെ പങ്കെടുത്ത വായനയെ സ്നേഹിക്കുന്ന എല്ലാ പുസ്തക പ്രേമികൾക്കും നന്ദി അറിയിക്കുന്നു. തുടർന്നുള്ള വ്യാഴാഴ്ചകളിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം വീണ്ടും ക്ഷണിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും പ്രത്യേകമായ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി ലക്ഷ്മി. വ്യാഴാഴ്ച വായനാഴ്ച ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ്.
ഇന്നത്തെ വെബിനാറിൽ ജോയിൻ ചെയ്ത വായനയെ ഇഷ്ടപ്പെടുന്ന എല്ലാ പുസ്തക പ്രേമികൾക്കും പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യംഗമായി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.